അതർ ബുക്സ് പ്രസിദ്ധീകരിച്ച 40 പ്രണയ നിയമങ്ങളുടെ വിവർത്തകരായിട്ടുള്ള അജയ് പി മങ്ങാട്ടും ജലാലുദ്ദീനുമാണ് നമ്മുടെ കൂടെയുള്ളത്. തുർക്കിഷ് എഴുത്തുകാരി എലിഫ് ഷഫാക്കിൻ്റെ 40 റൂൾസ് ഓഫ് ലവിൻ്റെ മലയാള പരിഭാഷയായ 40 പ്രണയ നിയമങ്ങളുടെ വിവർത്തന അനുഭവങ്ങളെക്കുറിച്ചും നോവലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുമുള്ള ഈ ഡിസ്കഷനിലേക്ക് അജയ് പി മങ്ങാട്ടിനെയും ജലാലുദ്ദീനെയും സ്വാഗതം ചെയ്യുന്നു. 40 റൂൾസ് ഓഫ് ലവ് വിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സാറിന് ആ നോവലിലേക്ക് ആകർഷിച്ചത് എന്തായിരുന്നു? ഈ 40 റൂൾസ് ഓഫ് ലവ് വിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചത് 2014 2014 അതർ ബുക്സിൻ്റെ പബ്ലിഷറും എൻ്റെ ചിരകാല സുഹൃത്തുമായ ഔസാഫ് ആയിട്ട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി, ഈ 40 റൂൾസ് ഓഫ് ലവ് എന്നുള്ള പുസ്തകത്തെക്കുറിച്ച്. അപ്പം ഔസാഫാണിത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലോ എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചത്. അത് ആ സമയത്ത് അത്ര ഒരു ഗൗരവത്തോടു കൂടിയല്ല എടുത്തത്. പക്ഷേ ഞാൻ തുടർന്നുള്ള സംസാരങ്ങളിൽ അത് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് റിലക്റ്റൻ്റായിട്ടാണ് ഞാൻ ഈ ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. സാമാന്യം വലിയ പുസ്തകമാണ്. പിന്നെ അത് ഞാൻ മുമ്പേ ഇത്രയും വലിയൊരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിലെ ഒരു വിവർത്തനം തുടങ്ങുന്നത്. ഇതിലേക്ക് ആകർഷിച്ച ഒരു പ്രധാന ഘടകം, ആ സമയത്ത് ഞങ്ങൾ സംസാരിക്കാനുള്ളൊരു കാരണം ഇതിനകത്തൊരു റൂമി ഫാക്ടറാണ്. ഇതിനകത്ത് റൂമി ഒരു പ്രധാന കഥാപാത്രമാണ്. റൂമിയെക്കുറിച്ചുള്ള സംസാരങ്ങളിൽ നിന്നാണ് ഈ പുസ്തകത്തിലേക്ക് പോകുന്നത്. റൂമിയുടെ ഒരു കഥ പറയണൊപ്പം തന്നെ അത് റൂമിയുടെ കഥയെ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു കഥയുമായി ജക്സ്റ്റാപോസ് ചെയ്തിട്ടാണ് ഈ നോവൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു നരേറ്റീവ് ഇഷ്ടമായിരുന്നു. അപ്പോൾ റൂമിയായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ സംസാരം ആ രീതിയിലുണ്ടായത്. അപ്പം അങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മളൊരു ട്രാൻസ്ലേഷനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അതാണ്. എന്താ പറയുക, നമ്മൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് ആ പുസ്തകത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് കൂടുതൽ പ്രിയങ്കരമാക്കുകയും പുസ്തകമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംസാരത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ 2 കാലഘട്ടങ്ങൾക്കിടയിലൊരു സഞ്ചാരമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്കതിൽ പെട്ടെന്ന് കുറേ ഡൗട്ട്സും അല്ലെങ്കിൽ അതൊരു ദുർഘടമായി തോന്നാറുണ്ട് ഈ വായന. പക്ഷേ ഈ ഒരു നോവൽ വായിക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായതേ ഇല്ല. അപ്പോൾ ഇതിന് എഴുത്തുകാർ എന്താണ് അതിലെന്തെങ്കിലും ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? നമ്മൾ വായിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ, പക്ഷേ സാറിന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാകുന്നു ഈ ഒരു ദുർഘടമായിട്ടുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? ഇത് 2 നരേറ്റീവ് ഒരേ സമയം മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ നോവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും വായിക്കുന്ന ഒരാൾ ഈ ഒരു വ്യക്തിയെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ഈ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കഥയാണ്. ആ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കഥയിൽ അകത്ത് ഒരു നോവൽ വരുന്നതാണ്. ഒരു എഡിറ്ററാണല്ലോ അതിനകത്ത് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു നോവൽ അത് റൂമിയെക്കുറിച്ചുള്ള ഒരു നോവലാണ്, അല്ലെങ്കിൽ റൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയം വരുന്നൊരു നോവലാണ്. അപ്പോൾ ആ നോവലിൻ്റെ ഒരു വായന എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു വായനയോടുകൂടിയാണ് അവരുടെ ജീവിതത്തിലൊരു ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് ശരിക്കും എലിഫ് ഷഫാക്ക് എഴുതിയിട്ടുള്ളത്. എലിഫ് ഷഫാക്ക് പൊതുവെ വളരെ സിമ്പിളായിട്ട് എഴുതുന്ന ഒരാളാണ്. ഈ നോവലിലും വളരെ സിമ്പിളാണ്, നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ 2 കഥകളാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നരേറ്റീവ് ടെക്നിക്ക് ഇതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളത് നമ്മളത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് കണ്ടെത്തുന്നതാണ് ഈ ടെക്നിക്ക്. നമ്മൾ വായിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു നരേറ്റീവാണ്, ആർക്കും അനായാസം വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിനകത്ത് ഒരു ലിറ്റററി ടെക്നിക്ക് എന്താണെന്നുള്ളത് എന്താ പറയുക അത് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അത് ഇങ്ങനെയാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നോവലിന് വളരെ വെൽനിറ്റായിട്ടുള്ള ഒരു ശില്പഘടനയുണ്ട്. എന്താ പറയുക, ഒരു ലിറ്റററി ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ശില്പഘടനയ്ക്കകത്താണ് അതിൻ്റെ ഒരു സൗന്ദര്യം നിൽക്കുന്നത്. നമ്മളിങ്ങനെ ഇത് 2 കൂടെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ കഥ മാത്രം പറഞ്ഞങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കും. അവരുടെ ഒരു ട്രാൻസ്ഫർമേഷൻ അതിലേക്ക് റൂമിയുടെ ലൈഫ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു സ്പിരിച്വലായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ചേഞ്ച്, അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു മാറ്റത്തെ വേറൊരർത്ഥത്തിൽ നമ്മൾ റൂമിയെ ഇങ്ങനെ സമീപിക്കണമെന്നുള്ളത് കൂടിയുള്ള എഴുത്തുകാരിയുടെ ഒരു സംഗതി കൂടി അതിനകത്തുണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പറയുമ്പോൾ ഇത് ഈ പാരലൽ നരേഷൻ എന്നുള്ളത് ഒരു വായനയെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് തോന്നാമെങ്കിലും നമ്മൾ ഒരാളത് ആക്ച്വലി റീഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഘടകമാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഘടകം. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു നോവലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇത് വളരെ അനായാസം, ഒരർത്ഥത്തിൽ വളരെ അനായാസമായിട്ട് വായന സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഈ അനായാസമായിട്ടുള്ള നമ്മുടെ ഒരു അനുഭവം നമ്മളതിനകത്ത് നിന്നിട്ടാണല്ലോ ചെയ്യുന്നത്, അതുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് പറയാറുണ്ട് ഈ ഒരു പുസ്തകം വായിക്കുമ്പം ഭയങ്കര ഒരു ഹീലിംഗ് ആണ് എന്ന് പറയാറുണ്ട്. 40 പ്രണയ നിയമങ്ങൾ എന്നുള്ളൊരു ബുക്ക്, പ്രത്യേകിച്ച് ആ ഒരു പരിഭാഷ കൂടുതൽ പേര് അത് വായിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് വായിക്കുന്നവർക്കൊരു ഹീലിംഗ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പം ഇതിൽ വർക്ക് ചെയ്തു വരികയാണല്ലോ, വർക്ക് അത്രയും ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു പരിഭാഷ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു ചേഞ്ച്, ഈ പറയുന്ന പോലെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ നോവലിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നമുക്ക് വളരെ സ്വകാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നോവലിൻ്റെ ഒരു വായന ആസ്വാദനമായിട്ട് അതിന് ബന്ധമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ 2014 ഇതൊരു വളരെ ലോങ് പീരീഡ് ട്രാൻസ്ലേഷനാണ്. അതിൽ ജലാൽ വരുന്നത് ശരിക്കും ഞാനിത് ചെയ്ത് തീർക്കാൻ സാധ്യതയില്ല എന്ന് വരുന്ന ഒരു ഘട്ടത്തിലാണ് ജലാൽ വരുന്നത്. അപ്പം അതും ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് പോലെയാണ് ഞാൻ കാണുന്നത്. ഈ വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അതൊരു അങ്ങനെ നമുക്ക് ആകസ്മികത എന്നൊക്കെ പറയാമെങ്കിലും അതോടൊപ്പം തന്നെ അതൊരു ബ്ലെസ്സിങ് കൂടെയാണ്. കാരണം ഞാനിത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. മീൻസ് എഴുത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഞാനൊരു വലിയ വർക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഔസാഫുമായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാകുന്നതിന് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. നോർമലി നമ്മളൊരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമുക്കൊരു ടൈം ഫ്രെയിമിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഞങ്ങൾ പബ്ലിഷർ ഞാനുമായിട്ട് ഉണ്ടാക്കിയ ഒരു ധാരണ 6 മാസത്തിനുള്ളിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ 6 മാസം എന്നുള്ളത് നമ്മൾ സമയപരിധി വെക്കുകയാണ്. അപ്പോൾ ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് തീരുമായിരിക്കും. ഈ വർക്ക് തീരേണ്ടതാണ് ശരിക്കും. പക്ഷേ ഇതിനകത്തൊരു സംഭവം, ഞാൻ എല്ലാ ദിവസവും കുറേശ്ശെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് സ്വീകരിച്ചത്. അതേസമയം തന്നെ ഇത് ഇടയ്ക്ക് മുടങ്ങിപ്പോവുകയും ചെയ്തു. ലോങ് പീരീഡ് ഓഫ് ടൈം ഇതിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുകയും വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഔസാഫിൻ്റെ പ്രഷർ വരികയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തത് തന്നെ ഇതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് ഞാനതൊരു ആദ്യം മുതൽ അവസാനം വരെ എന്നുള്ള ഒരു രീതിയല്ല സ്വീകരിച്ചത്. ഇടയ്ക്ക് ചെയ്യാന്നുള്ളത് പല ബുക്കുകളായിട്ടാണല്ലോ. അപ്പോൾ അതിൽ തന്നെ പല ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ കുറച്ചൊരു കൺഫ്യൂഷനിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എഴുത്തിലേക്കുള്ള എനിക്ക് ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി ഇത് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങി. കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓതറായിട്ട് മാറുകയാണല്ലോ, ഒരു ഡിസ്കൈസ്ഡ് ഓതറായിട്ട് നമ്മൾ മാറുകയാണ്. എലിഫ് ഷഫാക്കിൽ ചെയ്ത എന്താണ് അത് തന്നെ നമ്മൾ വേറൊരു ഭാഷ ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്കൊരു ആ രീതിയിലൊരു ചാലഞ്ചും കൂടെ ഉണ്ട്. നമുക്കിത് മലയാളത്തിലേക്കാക്കണം. മലയാളിയായിട്ടുള്ള ഒരാൾ വായിക്കുമ്പോൾ ആ മലയാളം ഫ്ലേവർ അതിനകത്ത് വരണം. ഞാനതുവരെ അങ്ങനെ ഫിക്ഷനൊന്നും എഴുതിയിട്ടുള്ള ആളുമല്ല. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി എന്നുള്ളതാണ്. ആ സമയത്ത് ചെയ്യാൻ നേരത്ത് ഞാൻ ഫ്രീ ആയി. പിന്നെ ഞാൻ ഈ മസ്നവി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് ഈ ഞങ്ങളുടെ സംസാരം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ചും കൂടെ ഈ മസ്നവിയുടെ റീഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതിനകത്ത് കുറച്ചൊരു മോട്ടിവേഷൻ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ധൈര്യമൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ എനിക്ക് എന്നെ കുറച്ചുകൂടെ ഫ്രീ ആക്കിയിട്ടുള്ളൊരു വർക്കാണ് അത്. ഈ എഴുത്തെന്നുള്ള ഒരു പ്രക്രിയയിലാണ്, പുസ്തകം എന്നുള്ള നിലയിലല്ല. പുസ്തകം നിങ്ങൾ വായിച്ചിഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പുസ്തകത്തേക്കാൾ ഉപരിയായിട്ട് ആ പുസ്തകത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വിവർത്തനം ചെയ്തപ്പോൾ ആ മൊഴി മാറ്റുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഒരു അനുഭൂതി മണ്ഡലമൊക്കെ ഒന്ന് വികസിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്വതന്ത്രമായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് കുറേ കൂടെ സ്വതന്ത്രമായി. എന്ന് വെച്ചാൽ ഞാൻ അല്ലാതെ ചെയ്യുന്ന വർക്കിലേക്ക്
ഇതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഞാൻ സൂസന്നെ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നത്. ഈ ഇടയ്ക്ക് മുടങ്ങി എന്ന് പറയുന്നത് സൂസന്നെ എഴുതാൻ വേണ്ടിയിട്ട് മുടക്കിയതാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഏതാണ്ട് ഒരു പാരലായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലാണ് ഈ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കുറച്ചതായി കഴിഞ്ഞപ്പോഴാണ് ജലാലിനെ എനിക്ക് നേരത്തെ അറിഞ്ഞുകൂടാ ആ സമയത്ത്. അപ്പോൾ ഇവിടുന്ന് ജലാൽ ഇതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ ജലാൽ വന്നതിനെക്കുറിച്ച് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്തുള്ള ഒരു ഇത് കിട്ടും. ജലാൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതർ ബുക്സിൽ ഇൻറ്റേൺഷിപ്പിന് വന്നൊക്കെയായിരുന്നു. അപ്പം സാധാരണ പോലെ അവർ ഓരോ വർക്കുകൾ തരുമല്ലോ. അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ എന്താ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ട്രാൻസ്ലേഷനെ കുറിച്ച് വലിയ ധാരണ നമ്മളങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അതിനെക്കുറിച്ച്. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇപ്പം ചില റൂമിയുടെ ഭാഗമൊക്കെയാണ് ഞാൻ പൊതുവിലും ചെയ്തത്. എല്ലയുടെ ഭാഗമൊക്കെ മൂപ്പരാ ചെയ്തത്. റൂമിയുടെ ഭാഗം അങ്ങനെ ചെയ്ത് പിന്നെ എഡിറ്റിങ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. ഞാൻ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ടുമായിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഭൂരിഭാഗം ഭാഗത്തും അള്ളാഹുമായുള്ള ബന്ധത്തെയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവൾ അതിൽ കണ്ടത് ഒരാൾ മറ്റൊരാളോടുണ്ടായിരുന്ന ആ ഒരു സംഭവത്തെയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആസ് എ ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് അതിലെന്താണ് തോന്നിയിട്ടുള്ളത്? ഒന്നുകൊണ്ടൊന്ന് ക്ലിയർ ആകുമോ? അതായത് എനിക്കതിലെ ഭൂരിഭാഗം ഭാഗത്തും കഥയിൽ മധുരമാർന്ന ദൈവനിന്ദ ആ ഭാഗത്ത് പൂർണ്ണമായും അള്ളാഹുമായുള്ള ബന്ധത്തെയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവളതിൽ ഒരാൾക്ക് മറ്റൊരാളോടുണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ റിലേഷനിലായിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യത്താണ് അവൾക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എന്തായിരിക്കും അവിടെ ആ ടൈമിൽ? ഞാൻ പേഴ്സണലി ബുക്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഇൻവോൾവ്മെൻ്റ് എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് എല്ലാം എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കരമായിട്ട് വായനക്കാരുമായിട്ട് വിശേഷിച്ച് സ്ത്രീകളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. ഞാൻ വായിക്കുന്ന സമയത്തും ഞാനത് എഴുതുന്ന സമയത്തും എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊരു റിലേഷൻഷിപ്പിന് ഒരു ഒപ്റ്റിമം പോയിൻ്റ് ഉണ്ട് എല്ലാ റിലേഷൻഷിപ്പിനും. നമ്മളൊരു ഘട്ടം കഴിയുമ്പോൾ ആ റിലേഷൻഷിപ്പ് അതിൻ്റെ ഒപ്റ്റിമം ലെവലാവും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരാറുണ്ട്. അത് അങ്ങനെ ഒരു ഒപ്റ്റിമം ലെവലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം അവരുടെ ജീവിതത്തെ എന്താ പറയുക പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത് ഈ അതിനകത്ത് ഓതറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതുകൊണ്ടായിരിക്കും ആളുകൾ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് പോകും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും ഹെൽപ്പ് കിട്ടാറില്ല എന്നുള്ളതാണ്. അതാണ് അതിനകത്തൊരിത്. ഒരു ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പുസ്തകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു അനുശീലനത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അതാണ് ഈ വായനയുടെ വലിയൊരു പ്രത്യേകത. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ വളരെ സ്വകാര്യമായ ഒരു സ്ഥലത്തിരുന്നിട്ട് വേറൊരാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരാൾക്കും അതിനകത്ത് റോളും ഇല്ല. നമ്മളെന്താ വായിച്ച് കിട്ടിയതെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഓരോ വ്യക്തിക്ക് വായിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു മാനസിക നില അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഭാവുകത്വം എങ്ങനെയാണോ അതായിരിക്കും അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്തും എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളിത് വായിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ സാന്നിധ്യം കണ്ടെത്തും. ഇപ്പോൾ നമ്മളൊരാളെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ വാതിൽ തുറക്കുമ്പോഴും ഒരാളുകൾ നടന്നു വരുന്നതിൻ്റെ സ്വരം കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ആ വ്യക്തിയായിരിക്കും വരുന്നതെന്ന് എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളത് ആ ആളെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ആളുടെ സാന്നിധ്യം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. നമ്മളൊരാളെ വളരെ സ്നേഹത്തോടു കൂടി വളരെ ആഗ്രഹത്തോടു കൂടി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആളുടെ റിഫ്ലക്ഷൻ എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ്. ഈ നോവലിൽ സംഭവിക്കുന്നത് അതാണ്. ഇതിനകത്ത് ഈ എല്ലാം എന്നുള്ള കഥാപാത്രത്തിനൊരു ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ അവർ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനകത്തെ നോവലിൻ്റെ ഒരു പ്രമേയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നോർമലി നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ യാഥാസ്ഥിതികം എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ വളരെ ട്രഡീഷണലായൊരു ഒരു സാമൂഹ്യ ഘടനയ്ക്കകത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മുന്നിൽ വരുന്നൊരു ഓപ്ഷനല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനകത്ത് പുസ്തകം വരുന്നില്ല എന്നുള്ളതാണ്. പുസ്തകം എന്നുള്ള സംഗതി ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ്.
നമുക്കൊരു അനുഭൂതി മണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നമുക്ക് അനുഭൂതി ഉണ്ടാക്കാൻ, നമുക്കൊരു വികാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് വായന. അപ്പോൾ അതുകൊണ്ടാണ് വായന ആളുകൾ സംശയിക്കുകയും ചെയ്യുന്നത്. ഇയാൾ വായിച്ചിട്ട് വേറെ എന്തെങ്കിലും ആയി തീരുമോ എന്നൊക്കെ പേടിക്കും നമ്മൾ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ കാണുമ്പോൾ നീ എന്താണ് വായിക്കുന്നതെന്ന് അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് ഇയാൾ വായിച്ച് വേറെ ഏതെങ്കിലും ദിക്കിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഈ വായനയുടെ ഒരു വലിയൊരു ഒരു രഹസ്യം അതാണ്. ഒരു സംഗതി വായിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നയാൾക്ക് അത് എന്ത് ചലനമാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വലിയ ആങ്സൈറ്റി ഉണ്ട്. അതാണ് ചിലത് വായിക്കരുതെന്നൊക്കെ നമ്മളോട് ആളുകൾ പറയുന്നത്. ഇപ്പോൾ 40 റൂൾസ് ഓഫ് ലവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വായനക്കാർ സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലോകത്തെമ്പാടും അങ്ങനെയാണ്. അതിപ്പോൾ എലിഫ് ഷഫാക്കിൻ്റെ വായനക്കാരിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. അതിനൊരു കാരണം സ്ത്രീകളുടെ ഒരു അനുഭവ മണ്ഡലത്തിനകത്താണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പുരുഷന് ആ രീതിയിൽ ഇത് വായിച്ചാൽ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. പുരുഷന് അതിനകത്ത് ഇപ്പം ഞാൻ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഈ എല്ലാന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അനുഭൂതി മണ്ഡലത്തെക്കാൾ എന്നെ ആകർഷിച്ചത് ചിലപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ മറ്റ് ചില ഘടകങ്ങളായിരിക്കും. അതിനകത്ത് റൂമിയെ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പിന്നെ അവർ തമ്മിലുണ്ടാകുന്ന റിലേഷനിൽ ആ മനുഷ്യനെടുക്കുന്ന ചില നിലപാടുകൾ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അത് ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും പോവാം, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും. അപ്പോൾ അതിനകത്ത് ആ മനുഷ്യൻ്റെ അതിനകത്ത് ഒരു പോയി സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ ഒരു ലോകം വളരെ വിശാലമാണെന്നുള്ള ഒരു ചിന്ത ഈ സ്ത്രീയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അതാണ് ശരിക്കും. അതാണ് ഞാൻ ആദ്യം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവർ വിശ്വാസിയായി തീരുന്നു അങ്ങനെയൊന്നുള്ളതല്ല, അവർ കൺവേർട്ട് ചെയ്യണമെന്നില്ല അതിനകത്ത്. അപ്പോൾ അവർ ശരിക്കും ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ലോകം വിശാലമാകുന്നു എന്നുള്ളതാണ്. ഒരാളുടെ ലോകം വിശാലമാകുമ്പോഴാണ് അയാൾ ശരിക്കും സ്പിരിച്വൽ ആകുന്നത്. ഒരാളുടെ ലോകം ചെറുതായി വരുമ്പോൾ അയാളുടെ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആചാരങ്ങളൊക്കെ പാലിക്കുന്നുണ്ടാവും, സാമൂഹിക ക്രമങ്ങൾ പാലിക്കുന്നുണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളും പക്കായായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലോകം നമ്മൾ വളരെ അൺലിമിറ്റഡ് ആണെന്നുള്ളതാണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് ഇറങ്ങാവോ എന്നുള്ളത്. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ നമ്മൾ ചിലത് ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിനകത്തൊരു ഒരു ഘടകം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നോവൽ ഈ ഇഷ്ടമില്ലാത്ത ഇത് വായിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു വിജയം ഒരർത്ഥത്തിൽ. എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൻ്റെ അകത്തെ ഈ പുസ്തകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പുസ്തകം ശരിയല്ല എന്ന് പറച്ചിൽ ഒരുപാടുണ്ടാവും. എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. ആ പുസ്തകത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീ കുടുംബം ഉപേക്ഷിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? അത് ആരെങ്കിലും സമ്മതിക്കുമോ? നമ്മൾ ടൂറ് പോകുന്ന പോലും പ്രശ്നമായിട്ടുള്ള ഒരു കാലത്ത് ഒരു സ്ത്രീ കുടുംബം ഉപേക്ഷിച്ച് പോകണ ഒരു സ്ത്രീ വളരെ പോസിറ്റീവ് എനർജി തരുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവും. അത് നമുക്ക് ഇവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ചെറുക്കുക, അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ അത് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സിറ്റി കൂടി ഈ ബുക്ക് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എലിഫ് ഷഫാക്കിൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അടുത്തു നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവരുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കഥാപാത്ര നിർമ്മിതിയിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരാൾക്ക് അതുകൊണ്ടാണ് പുസ്തകം നിലനിൽക്കുന്നത്. ഒരു പുസ്തകം വായിച്ചിട്ട് എല്ലാവർക്കും ഒരേ അനുഭൂതി ഉണ്ടാണെങ്കിൽ ആ പുസ്തകം മരിച്ചു എന്നാണ് അർത്ഥം. ആ പുസ്തകം പിന്നെ മുന്നോട്ട് പോകത്തില്ല. നമുക്ക് വ്യത്യസ്തമായ വായനകളും വ്യത്യസ്തമായ അനുഭവങ്ങളും സാധ്യമാകുന്നത് കൊണ്ടാണ് പുസ്തകത്തിന് കൂടുതൽ വായനക്കാരുണ്ടാകുന്നത്. അല്ലെങ്കിൽ പുസ്തകം കൂടുതൽ കാലം നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും വളരെ ശരിയായിട്ടുള്ള ഒരു പ്രയോഗം. കൂടുതൽ കാലം നിലനിൽക്കുന്നത് ഓരോ കാലത്തും അതിന് ഓരോ വായന ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ 50കളിലും 60കളിലും ബഷീറിനെ വായിച്ചതുപോലെ അല്ല ഇപ്പോൾ ആളുകൾ വായിക്കുന്നത്. ബഷീറിനെ ഇപ്പോൾ വേറെ രീതിയിലാണ് വായിക്കുന്നത്. ബഷീറിനുള്ള സമീപനം മാറി, വായനക്കാരുടെ ഒരു ഇത് മാറി. നമ്മളിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി റൂൾ ചെയ്യുന്ന ഒരു ലോകത്തിൽ നിന്നിട്ടാണ് ബഷീറിനെ വായിക്കുന്നത്. അപ്പോൾ അത് 60കളിലും 70കളിലും ഉള്ള ചെറുപ്പക്കാർ വായിച്ച പോലെ ആവില്ല നമ്മളിപ്പോൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത ആ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അതേ സാധ്യതയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പുസ്തകം വായിക്കുമ്പോഴും ഉണ്ടാകുന്നുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു മനോവ്യാപാരം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരു അനുഭവ മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നതാണ്. ഈ അനുഭവ മണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ റീഡിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തോ
ഇത് ഈ പറഞ്ഞ രീതിയിൽ ജലാലും കൂടെ ചേർന്ന് ഇത് ചെയ്യുന്നു. അത് വലിയൊരു എഫേർട്ട്, കുറേ അധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള വലിയൊരു എഫേർട്ടിനിടയിൽ താരതമ്യേന ചെറിയ പബ്ലിഷറായിട്ടുള്ള അതർ ബുക്സ് ഈ പുസ്തകം ഇറക്കുന്നു. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നോർമലി അത് ആരും വായിക്കേണ്ട ഒരു പുസ്തകമല്ല. ഇത് വളരെ അതർ ബുക്സ് തന്നെ അക്കാദമിക് ബുക്കുകളാണ് കൂടുതൽ ഇറക്കുന്നത്, നോൺ ഫിക്ഷൻ വർക്കുകളാണ് കൂടുതൽ ഇറക്കുന്നത്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു വളരെ ചെറിയൊരു ഓഡിയൻസിനകത്താണ് ഇത് നിലനിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു മതിൽ പൊളിച്ച് പുസ്തകം പുറത്തേക്ക് പോയി എന്നുള്ളത് പബ്ലിഷറുടെ മിടുക്കല്ല, വാസ്തവത്തിൽ പുസ്തകത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ചില എഴുത്തുകൾ വായിക്കാൻ ഇടയുണ്ടായി. അപ്പം അതിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമി അല്ലെങ്കിൽ തെബരീസി പറയണ പല കോട്സുകളും ഈ 14 Rules of Love എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ വേരിയേഷൻസ് ഉണ്ട്, മാറ്റങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ റൂമിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ളതാണ്. ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റാത്ത കഥകൾ ഒരുപാടുണ്ട്. അപ്പം അല്ലേ ജലാൽ അതിനെക്കുറിച്ചൊന്ന് പറയുമോ കുറച്ച് കാര്യങ്ങൾ? ഇതിൽ ആദ്യം ഇങ്ങനെ സാധാരണ എലിഫ് ഷഫാക്കിൻ്റെ കഥയിൽ പറഞ്ഞത് പ്രകാരം എതിർക്കപ്പെടുന്ന സംഭവം കോൾമാ ബാക്സിൻ്റെ എഴുത്താണ് റൂമിനെ പറ്റി ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ കോൾമാ ബാക്സ് സത്യം പറഞ്ഞാൽ മസ്നവി ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ, മസ്നവിൻ്റെ കുറേ എലമെൻറ്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണല്ലോ. പക്ഷെ ആൾ സത്യത്തിൽ പേർഷ്യൻ അറിയാത്ത ആളായിരുന്നു. എന്നാ ഒരു ബാബ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞൊരു ആളുടെ മുരീദായിരുന്നു. ആളുടെ ഒരു ആത്മീകമായ ഒരു ലൈഫിൻ്റെ പുറത്തുനിന്ന് മൂപ്പർക്കുണ്ടായ ഒരു വിസ്ഡം ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് മൂപ്പർ എഴുതിയ ഒരു സാധനമാണ്. പക്ഷെ എലിഫിൻ്റെ വായന, എലിഫ് ഓൾറെഡി വില്യം ചിറ്റിക്കിനെ പോലത്തെ ഫിലോസഫി സൂഫിസം ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളെ വായിക്കുന്ന ഒരാളായിരുന്നു എലിഫ്. അതിൽ നിന്ന് ചില എലമെൻറ്റ്സ് മൂപ്പരതായ രീതിയിൽ നരേറ്റ് ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും റൂമിൻ്റെ കഥ എന്നുള്ളത് തീരെ പല രീതിയിൽ നരേറ്റ് ചെയ്യപ്പെട്ടാണ്. പല ആളുകളും പല സ്വഭാവത്തിൽ റൂമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യമുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഈ വിഷയം ഇപ്പോൾ കോൾമാൻ ബാക്സിൻ്റെ വിഷയം പറഞ്ഞല്ലോ. ഞാൻ ആദ്യം വായിച്ചത് കോൾമാൻ ബാക്സിൻ്റെ കുറേ റൂമി ട്രാൻസ്ലേഷൻസ് വായിച്ചിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇത് അസൽ ഭാഷ അറിയാത്ത ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇപ്പോൾ സിയാവുദ്ദീൻ സർദാറിനെ കുറിച്ച് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം അതാണ്. നമുക്ക് അറബി ശരിക്കും അറിഞ്ഞുകൂടാ എന്നുള്ള അങ്ങനെ ഒരാൾ ഖുറാനെ കുറിച്ച് ഖുറാൻ റീഡിങ് നടത്തുന്നു, ഖുറാനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് അതൊരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളിങ്ങനെ അസൽ ഭാഷ അറിയുമ്പോൾ നമുക്ക് അതിനകത്ത് വിജ്ഞാനം വർദ്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ശരിക്കുള്ള വിജ്ഞാനം അല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു നോവലാണ്. ഇത് ബേസിക്കലി ഈ നോവൽ എന്നുള്ള രീതിയിൽ ഈ നോവലിൽ ഇപ്പോൾ നമ്മൾ ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ നോവലിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഇത് ചെയ്യും, അഡൾട്രേറ്റ് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് മാറ്റങ്ങൾ വരുന്നു, ശരിക്കും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതും. അപ്പോൾ നോവൽ എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. റൂമി ചരിത്രം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റൂമി ഹിസ്റ്ററി എന്നുള്ള രീതിയിലോ ഒന്നും നമ്മളിതിനെ സമീപിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു നോവലിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് റൂമി ഒരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതേ ഉള്ളൂ. എന്നെ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി റൂമിയും ഷംസുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ്, ആ റിലേഷൻഷിപ്പാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സംഗതി, ആ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ അതിൻ്റെ ആ ജക്സ്റ്റാപ്പോസ് ചെയ്തുള്ള പാരലൽ കഥയിലും കാണുന്നത്. ആ സ്ത്രീയും പുരുഷനും തമ്മിൽ വരുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിന്. ഇപ്പം റൂമിയും ഷംസും മാറിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും അന്ന് അവരൊരുപാട് സമയം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. ഇത് റൂമിയുടെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. റൂമിയുടെ മക്കൾ, റൂമി വലിയ സ്കോളറായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉള്ള ഒരു മൗലാനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ലോയലായിട്ടുള്ള ശിഷ്യന്മാരുടെയും ആരാധകരെന്ന് പറയാൻ പാടില്ല, എന്നാലും ആ ഫോളോവേഴ്സിൻ്റെയും ഇടയിൽ വലിയൊരു സ്കാൻഡൽ ഉണ്ടാക്കാൻ കാരണം എന്നുള്ളതാണ് പൊതുവെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അത് ഇതിനകത്ത് ശരിക്കും വരുന്നുണ്ടെന്നുള്ളതാണ് നോവലിൽ. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ് മാറിയിരുന്നതിന് മാത്രം സംസാരിക്കാനുള്ളത്, രണ്ട് വ്യക്തികൾ ഒറ്റയ്ക്ക് ഇതിന് മാത്രം സമയം എന്തിനാണ് ചെലവഴിക്കുന്നത് എന്നുള്ളൊരു സംഗതി. ഇപ്പോൾ രണ്ട് പുരുഷന്മാർ തമ്മിലാണെങ്കിൽ പോലും ഒരുപാട് സമയം അവർ ഒരുമിച്ച് നടക്കുകയും സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആളുകൾക്ക് സംശയം. അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ പറയും ഒട്ടി നടക്കുക എന്ന് പറയില്ല, അങ്ങനെ ആ രീതിയിൽ ഉള്ളൊരു ബന്ധം വരും. അപ്പോൾ സ്ത്രീയും പുരുഷനും ആണെങ്കിൽ അതിനുള്ള മറ്റു രീതിയിലുള്ള സ്കാൻഡൽസിന് സാധ്യത ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ പറയുന്നൊരു സംഗതി, സൗഹൃദം, സഹാനുഭൂതി എന്നൊക്കെ പറയുന്നൊരു സംഗതി, അതിനകത്തുള്ളൊരു ഹ്യൂമനിസത്തിൻ്റെ ഒരു വലിയൊരു എലമെൻറ്റ് ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഇപ്പം മറ്റ് സൈദ്ധാന്തികമായ സംഗതികൾ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ അതിനകത്ത് ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം മസ്നവി തന്നെ ഖുർആൻ്റെ ഒരു വ്യാഖ്യാനമാണ്.
അപ്പോൾ ആ രീതിയിലുള്ള അത്തരം ഘടകങ്ങൾ മാറ്റി വെച്ച് അതിൻ്റെ പിന്നിൽ ഇതിന് പ്രേരകമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദമാണ്. ഇത് റൂമിയെ തന്നെ വളരെ ട്രഡീഷണലായിട്ട് ജീവിച്ചിരുന്ന ഒരാളെ കവിയായിട്ട് മാറ്റുകയാണ്. കവിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അയാളെ ഒരു റിലീജിയൻ്റെ തന്നെ വേറൊരു ലെവലിലേക്ക്, വേറൊരു അവസ്ഥയിലേക്കും ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വലിയൊരു മാജിക്ക് ഇവർ തമ്മിലുള്ള സൗഹൃദം കൊണ്ട് സാധ്യമാകുന്നുണ്ടെന്നുള്ളതാണ്. ഇത് സാധാരണ മനുഷ്യർക്കും പറ്റും എന്ന് പ്രൂവ് ചെയ്യാനാണ് വേറൊരർത്ഥത്തിൽ എലിഷ ഷഫാഖ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പാരലായിട്ട് വരുന്ന കഥയിൽ ആ സ്ത്രീക്ക് ശരിക്കും ഒരു സൗഹൃദമില്ല, മക്കളോട് പോലും അവർക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ കാര്യം തന്നെ തീരെ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവനും ഒരു 4 ചുവരുകൾക്ക് അവർ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഒരു എഡിറ്ററാകണം, റൈറ്ററാകണം എന്നൊക്കെ അവർ ആഗ്രഹിച്ച് ജീവിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അതിലേക്ക് തിരിച്ചു വരികയാണ്, അതായത് അവരുടെ അംബീഷൻസിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഈ അംബീഷൻസിലേക്ക് തിരിച്ചു വരാനും നമ്മളിങ്ങനെ പ്രായം സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരാൾ അയാളുടെ 20ാമത്തെ വയസ്സിൽ അല്ല 20കളിൽ ഇന്നത് ചെയ്യണം, അയാളുടെ കൗമാരത്തിൽ ഇന്നത് ചെയ്യണം, 30 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 40 വയസ്സ് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു 40-45 വയസ്സായി കഴിയുമ്പോൾ പെട്ടെന്ന് തീരുമാനിക്കുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. എൻ്റെ മക്കളൊക്കെ വലുതായല്ലോ, ഇനി ഞാൻ എന്തിനാണ് കുടുംബത്തിലെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവർ പഠിക്കാൻ പോകണമെന്ന് പറയുന്നു, ഞാൻ ഇനി ഒരു ഹയർ സ്റ്റഡീസിന് പോകാമെന്ന് പറഞ്ഞ് ഇനി എന്തിനാണ് പഠിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഗതി ഇതിനകത്തുണ്ട്. അപ്പോൾ റൂമിക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? റൂമി വലിയൊരു സ്കോളറായിട്ട് അറിയപ്പെട്ട് ഒരുപാട് ആളുകൾ ദൂരെ ദിക്കിന്ന് തന്നെ റൂമി എടുത്ത് മതം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന കാലത്താണ് ഈ മനുഷ്യൻ ഒരു സഞ്ചാരിയായ ഒരാൾ വന്നിട്ട് അയാളെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ റൂമി വീണ്ടും എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് റൂമിയെ വീണ്ടും ഒരു സ്ട്രേഞ്ചറായ ഒരാൾ വന്നിട്ട് അയാൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടോയെന്നൊന്നും ആർക്കും അറിയില്ല. അയാൾക്ക് ഇതിന് ഈ വലിയ പാണ്ഡിത്യം ഉണ്ടോ, അയാൾ ശരിക്കും അറബിക്ക് അറിയാവുന്ന ആളാണോ എന്നൊന്നും ആരും ചോദിക്കുന്നില്ല, റൂമി തന്നെയും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ എന്ത് ഡിസ്കോസാണ് നടന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഇത്രയും പണ്ഡിതനായ ഒരാൾക്ക് മാറ്റം വേണോ എന്നുള്ളൊരു ചോദ്യം. ഇത്ര അറിവുള്ള ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ മാറേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതൊരു വലിയൊരു അതാണ് ഇതിനകത്ത് ഈ റൂമി സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്സിന് ഒരു മാറ്റം, മനുഷ്യർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളതാണ്. നിരന്തരം അവരുടെ ലോകം അവർ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. നമ്മളൊരു സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു ഫോൺ നിരന്തരം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ ആ ഫോൺ യൂസ്ലെസ് ആയി പോകും എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നിരന്തരം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പക്ഷേ നമ്മൾ സാധാരണ നിലയിൽ പറയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റായി തീരുന്നത്, നമ്മൾ ഒബ്സലേറ്റായി തീരുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാന എഡ്യൂക്കേഷൻ അതാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന പാഠം എന്നുള്ളത് റൂമിൽ നിന്ന് കിട്ടുന്ന ഇതിനകത്തെ കഥയെന്ന്, അല്ലെങ്കിൽ റൂമിയെ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നത് അവർ തമ്മിലുള്ള സൗഹൃദം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആദ്യകാലത്ത് റൂമി എഴുതി സൈൻ ചെയ്തിരുന്ന റൂമിൽ നിന്നല്ല, ഷംസിൻ്റെ പേരിലാണ് കവിതകളെല്ലാം അല്ലേ മഞ്ഞന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പേര് പോലും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഒരാൾ വേറൊരു അതാണ് അതിൻ്റെ ഒരു അവേക്കനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും സ്കോളറായ ഒരാൾക്ക് മാറ്റം സാധ്യമാണ് എന്ന് ആ ലൈഫിലൂടെ കാണിച്ച്, അതാണ് മസ്നവിയുടെ വലിയൊരു പ്രത്യേകത. അതിനകത്ത് സ്റ്റോറീസൊക്കെ അങ്ങനെയാണ്. അതിൽ നമ്മൾ ഓരോ കഥകൾ നമ്മൾ ചില ഖുറാനിലെ ഓരോ കോൺസെപ്റ്റ് ഓരോ മൂല്യങ്ങളെ അതിനകത്ത് വിശദീകരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ഖുറാൻ വായിക്കുന്നത് പോലെയുള്ളൊരു ഇമ്പാക്റ്റ് വാസ്തവത്തിൽ അതുണ്ടാക്കേണ്ടതെന്നുള്ളതാണ്. അത് വേറൊരു വശം. നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ ആ നോവലിൽ നമ്മൾ കിട്ടുന്ന ഇതിനകത്തുള്ള സൗഹൃദം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഏതൊക്കെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എനിക്കൊരു അതിൻ്റെ ട്രാൻസ്ലേഷൻ സമയത്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഈ സൗഹൃദം എന്നുള്ള ഒരു സംഗതി, ഒരു സഹാനുഭൂതി എന്നുള്ള ഒരു സാധനം, വേറൊരു മനുഷ്യനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്പാർക്ക് നമുക്കുണ്ടാകാൻ നമ്മൾ പറയുമല്ലോ, ആ സ്പാർക്ക് ഏത് അവസ്ഥ വരെ പോകാമെന്നുള്ളതാണ്, ഏത് തലം വരെ ഉയർന്നു പോകാമെന്നുള്ളതാണ് അതിനകത്തൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഷംസ് തബരീസിയും അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ശരിക്കും നമുക്കറിയാം ജലാലുദ്ദീൻ റൂമി എത്രത്തോളം വലിയ സ്കോളറാണെന്ന്. പക്ഷേ ജലാലുദ്ദീൻ റൂമി ശരിക്കും ഒരു ഗുരുസ്ഥാനത്തിരുന്ന് ഷംസ് തബരീസിനെ കാണുന്നൊരു രീതിയാണ് കാണുന്നത്. അപ്പം പല ആളുകൾക്കും ഇപ്പോൾ ഞാനൊരു സ്കോളറാണ്, അപ്പോൾ ഇനി എനിക്കൊരു ഗുരു എന്തിന് എന്ന് ഉള്ള ചോദ്യമല്ല, അതിലപ്പുറത്തേക്ക് നമുക്ക് ഇനിയും സീക്ക് ചെയ്യാനുണ്ട്. അപ്പം അറിവ് സീക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വേൾഡ് വൈഡ് ആവുന്നത് എന്നുള്ള ഒരു വലിയൊരു എഡ്യൂക്കേഷനത് കൊടുക്കുന്നില്ലേ? അതുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂമി ശരിക്കും ഷംസിനെ ഗുരുവായിട്ടാണ് കണ്ടിരുന്നത്.
എന്നുള്ളതാണ് ശരിക്കും. അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ആ റെസ്പെക്റ്റ് വേറെ ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾ ഗുരു ശിഷ്യൻ എന്നുള്ള ആ ഒരു ഹൈറാർക്കി തന്നെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ നോവൽ തന്നെ വളരെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഭാഗം റൂമിയെ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് വിടുന്നതാണ് അല്ലേ. അത് അതിനകത്ത് ഈ നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. റൂമിക്ക് തന്നെ ഭയങ്കര ആശയക്കുഴപ്പം ഉണ്ടാവും. അതുവരെ ഇല്ലാത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. അതായത് റൂമിയെപ്പോലെ ഈച്ച് ആൻഡ് എവരിബഡി എല്ലാവരും പട്ടണത്തിലെ ആ നാട്ടിലെ എല്ലാ മനുഷ്യരും ഹൈലി റെസ്പെക്റ്റ് ചെയ്യുന്ന റൂമിയെപ്പോലെ ആദരണീയനായിട്ടുള്ളൊരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾ പോയി മദ്യശാലയിൽ പോയിട്ട് അവിടെ നിന്ന് മദ്യം വാങ്ങിച്ചിട്ട് ഈ മദ്യം ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുവരാൻ പറയുകയാണ്. ഞാൻ മദ്യക്കുപ്പിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇവിടെ കടയിൽ പോയിട്ട് മദ്യം വാങ്ങിച്ച് കുപ്പിയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതല്ലേ. അത് ചെയ്യാൻ ആരോടാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് റൂമിയോടാണ് പറയുന്നത്. അപ്പോൾ റൂമിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. റൂമിയെ പോയി വാങ്ങുകയാണ്. ആ മദ്യശാലയിൽ ഇരുന്ന ആളുകളോട് സംസാരിക്കുന്നത്. അവരൊക്കെ അത്ഭുതപ്പെട്ടു വന്നു റൂമി മദ്യം വാങ്ങാൻ വന്നിരിക്കുന്നു എന്നുള്ളത്. അതിന് പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സൽപ്പേര് നശിപ്പിക്കണമെന്നാണ്. നിങ്ങൾക്കൊരു സൽപ്പേര് നിങ്ങൾക്കൊരു ബാധ്യതയാണ്. അത് നിങ്ങളുടെ ഒരു സൽപ്പേര് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു അറിവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് സൽപ്പേര് എങ്ങനെ ഉണ്ടാകുന്നത്? മനുഷ്യന്മാരെന്ത് നമ്മളെക്കുറിച്ച് പറയും, നമ്മളത് ചെയ്ത ആളുകൾക്ക് ഇഷ്ടമാവുമോ, ആളുകൾ നമ്മൾ അങ്ങനെയാണല്ലോ നമുക്ക് സൽപ്പേര് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല, ആളുകൾ മോശം പറയും, അപ്പോൾ നമ്മളത് ചെയ്തുകൂടാ, ഇങ്ങനെ സൽപ്പേര് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സൽപ്പേര് ബ്രേക്ക് ചെയ്യാനാണ്. അല്ലെങ്കിൽ റൂമിയെ കൊണ്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് മദ്യപിക്കാനല്ല പറയുന്നത്. അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു നോവലിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എലിഫ് ഷഫാക്ക് നരേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് തന്നെ വായിക്കുമ്പോൾ തോന്നും അയ്യോ ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ അത് പിന്നീട് അതിൽ 40 റൂൾസ് ഓഫ് ലവ് എന്നുള്ള സംഗതിയിലുള്ള റൂള് നമ്മൾ സാധാരണ ആളുകൾ പെട്ടെന്ന് ഇത് വിചാരിക്കുന്നതല്ല അതിനകത്ത് റൂൾ എന്ന് പറഞ്ഞാൽ. അതിനകത്തെ ആ റൂൾസ് എന്നുള്ളത് ഇങ്ങനത്തെ ചില അതിരുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സൂഫി ട്രഡീഷനിൽ തന്നെ ഉള്ള ഒരു സംഗതിയായിട്ടാണ് ഇരിക്കുന്നത്. അത്താറിൻ്റെ കോൺഫറൻസ് ഓഫ് ബേഡ്സിലും സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, ഫരീദുദ്ദീൻ അത്താറിൻ്റെ. അപ്പോൾ അത്താറിൻ്റെ കോൺഫറൻസ് ഓഫ് ബേഡ്സിൽ ഇതിനൊരു സമാനമായ കഥ പറയുന്നുണ്ട്. വളരെ ഒരു ആളുകളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഖ് ഹജ്ജിനിടയിൽ, ചിലർ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞു, ഹജ്ജിനിടയിൽ ഹജ്ജ് ചെയ്യാൻ പോവുക ശിഷ്യന്മാരുമായിട്ട്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആൾ ആ ഹജ്ജിനിടയിൽ അയാളുടെ യാത്രക്കിടയിൽ, മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ എവിടെയോ വെച്ചിട്ട് ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ട് ഈ ഷെയ്ഖ് ഈ സ്ത്രീയുമായി പ്രേമത്തിലായി, കണ്ടത് അനുരാഗത്തിലായി. അപ്പോൾ അവരവിടുത്തെ ഒരു പ്രമാണിയായ സ്ത്രീയാണ്. അവർ ക്രിസ്ത്യനാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ പിന്നാലെ ഇയാൾ പോവുകയാണ്, ഷെയ്ഖ് പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ട്. ശിഷ്യന്മാർ സ്റ്റുഡൻസ് കൂടെ ഉണ്ട്. അവരെ കൊണ്ടാണ് ഹജ്ജിന് നടന്നാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ അമ്പരന്ന് പോകും. കാരണം ഹജ്ജിന് പോകുന്ന ഒരാൾ വഴി വെച്ചിട്ട് പെണ്ണെ കണ്ട എൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അവിടെ ചെന്ന് ഇയാൾ ആ മാളികയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ് ഈ ഷെയ്ഖ്. അപ്പോൾ അവരവിടെ നിന്ന് കാണുന്നുണ്ടത്. ഒരു മനുഷ്യനിങ്ങനെ വന്നിങ്ങനെ രാവും പകലും 7 രാവും പകലും അവിടെ നിന്നു എന്നാണ് അത്താർ എഴുതിയിരിക്കുന്നത്. ആ സ്ത്രീ 7 രാവും പകലും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇറങ്ങി വന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ 7 രാവും പകലും നിന്നതോടുകൂടി എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പാഷൻ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ മതം ഉപേക്ഷിക്കും എന്ന് പറയും. ആരോടെ പറയുന്നത്? ഷെയ്ഖിനോട് പറയുന്നത്. ഹജ്ജ് ചെയ്യാൻ പോകണ ആളോട് പറയാണ് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കണം, എന്നാലാണ് എന്നെ ക്രിസ്ത്യനാകണം. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കാം, ക്രിസ്ത്യനാകാം എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞാൽ അത് മാത്രം പോരാന്ന് പറയും, ഖുർആനെ നിന്ദിക്കണമെന്ന് പറയും. അത് ഭയങ്കരമായിട്ട് ഒരാൾ മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു പബ്ലിക്കായിട്ട് ഖുർആനെ റിജക്റ്റ് ചെയ്യണം, ഖുർആൻ നിന്ദിക്കണം എന്ന് പറയാണ്. ഇത് പുള്ളി സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അത് പറയും. ഇതോടുകൂടി കൂടെ വന്നിരുന്ന മുഴുവൻ ആളുകൾ ഷോക്ക്ഡാവും. അവരെന്നിട്ട് ഇയാൾ അവിടെ ഉപേക്ഷിച്ചിട്ട് ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഷെയ്ഖ് വളരെ പ്രശസ്തനായ ആളാണ്. ഷെയ്ഖിൻ്റെ മറ്റു സുഹൃത്തുക്കൾ ഷെയ്ഖിനെ പ്രതീക്ഷിച്ച് മക്കയിലുണ്ട്. അപ്പോൾ മക്കയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കും അവിടെ പോയി, ഷെയ്ഖ് അവിടെ നിന്ന് കഴിയുമ്പോൾ ഇവർ കഥ പറയും. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ സുഹൃത്ത് വല്ലാതെ ക്ഷുഭിതനാകും. നിങ്ങളെന്ത് ദീനാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ ഒരു ആപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോരുകയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ തിരിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കി കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബാക്കി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇതൊന്നും ചെയ്യുന്നില്ല അവിടെ എന്നുള്ളതാണ്. ഇത് സമ്മതിക്കുന്നു. പക്ഷേ ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖിനൊരു വിദ്യാഭ്യാസം കൊടുക്കുക ചെയ്യുന്നത് അവിടെ. ഷെയ്ഖ് ഷെയ്ഖിന് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഇവർ തമ്മിൽ വേറെ സംസാരം ഉണ്ടാകുമ്പോൾ ഷെയ്ഖ് അവസാനം വളരെ വിഷമത്തോടു കൂടി ഈ സ്ത്രീയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ വളരെ ഗാഢമായി നോക്കിയത്? അവിടെ ഈ തെരുവിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് വളരെ ഗാഢമായി നോക്കിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അന്നേരം ഈ സ്ത്രീ പറയും, അത് നിങ്ങളോടുള്ള ഒരു സഹതാപം കൊണ്ട് നിങ്ങൾ നോക്കിയാണ്, നിങ്ങൾ ഇത്ര ദുർബലനാണല്ലോ എന്ന് ഓർത്തുള്ള നിങ്ങളോടുള്ള പിറ്റി കൊണ്ട്, ഔട്ട് ഓഫ് പിറ്റിയാണ് ഞാൻ നിങ്ങളെ നോക്കിയത് എന്ന് പറയാണ്. അങ്ങനെ അവിടെ ഷെയ്ഖിന് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ട് മനസ്സിലാവുകയാണ് ഷെയ്ഖിൻ്റെ ഒരു സംഗതി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കഥ, കുറേ ഉണ്ട്. ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഇതൊരു അവിടെ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കും. നമ്മൾ നോർമലി ചെയ്യാത്തൊരു സംഗതി, നമ്മുടെ സൽപ്പേര് നമ്മൾ നശിപ്പിക്കുന്നു, നമ്മളൊരു ഒരു വലിയ സ്കോളർ എന്നുള്ള രീതിയിലുള്ള ഔന്നത്യത്തെ നമ്മൾ ഇല്ലാതാക്കുന്നു, ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു. പക്ഷേ അത് അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ഇതിനുള്ള നിമിത്തമായി തീരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഈ അത്താർ പറയാൻ ശ്രമിക്കുന്നില്ല. അതേ സംഗതിയുടെ വേറൊരു റീക്രിയേഷനാണ് ശരിക്കും റിയൽ ലൈഫിൽ ഇവിടെ സംഭവിക്കുന്നത്. മദ്യം വാങ്ങാൻ പോകുമ്പോൾ പറയും, ഇത് നമ്മുടെ നാട്ടിലൊരാൾ വായിച്ചു കഴിയുമ്പോൾ ഫിക്ഷനിലാണെങ്കിൽ പോലും ഇത് വളരെ ഒഫൻഡിങ് ആയിട്ട് തോന്നും. അത് കഴിഞ്ഞെന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ റൂമിയെ മൗലാനയെ കൊണ്ടുവന്ന് എത്തിച്ചത് ശരിയായോ എന്ന് വേണ്ടി നമുക്കൂടി ചോദിക്കാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫിക്ഷനും നമ്മളല്ലാത്ത നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു നോളജും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു ജലം പറയാൻ വേണ്ടി അല്ലേ? ഏതായാലും അത്താറിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ ഇതിലും ഉണ്ട്. റൂമിക്കും സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരാൾക്ക് വിനയം, എത്ര വലിയ സ്കോളറാണ്, വിനയം എന്നൊക്കെ പറഞ്ഞ സാധനം പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനമല്ലല്ലോ, സെൽഫ് പിറ്റി തോന്നണമല്ലോ. ആ റൂമിന് മുമ്പിൽ തോന്നിക്കാൻ ബിസ്താമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫസ്റ്റ് ഷംസ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൂമിക്ക് ഉത്തരം കിട്ടാതാവാണ്, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഉത്തരം കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചിക്കാനൊരു അവസരം നൽകണം. റൂമി ആദ്യം ഷംസിനെ കാണുന്നുള്ളൂ, അല്ലാതെ ഫസ്റ്റ് മനുഷ്യന്മാരൊന്നും പെട്ടെന്നൊന്നും അവനാൻ്റെ ഈഗോ വെറുതെ വിട്ടുകൊടുക്കൊന്നുമില്ല. ആരും വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ കുടുങ്ങുന്നൊരു സന്ദർഭം എത്തണം. അപ്പോൾ ഇവിടെ ഉണ്ടാവണത് റൂമിനോട് ചോദിക്കുന്നുണ്ട്, നബിൻ്റെ ഒരു ഹദീസ് ഉണ്ട് ഇങ്ങനെ, എനിക്ക് ഇനിയും കുറേ നിറയാണ്ട് കോപ്പാണ്, ബിസ്താമിൻ്റെ വർത്താനം എനിക്ക് ഫുള്ള് കിട്ടിയെന്നുമാണ്. അപ്പോൾ റൂമിയാണോ നബിയാണോ ബിസ്താമിയാണോ ഉഷാർ എന്ന് റൂമിനോട് ഷംസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ കുടുങ്ങുകയാണ് സത്യത്തിൽ, റൂമിക്ക് പറയാൻ വയ്യ, രണ്ടും വർത്താനാണ്. അപ്പോൾ അവിടുന്ന് മൂപ്പർ പഠിപ്പിക്കണത് റൂമിനോട് പഠിക്കുകയാണ്, നിങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്തതുകൊണ്ട് നിങ്ങൾ ഖുർആൻ മര്യാദ മനസ്സിലായില്ല, ഇനിയും കുറേ മനസ്സിലാക്കാണ്ട് എന്നുള്ളൊരു ബോധ്യം റൂമിക്ക് കൊടുക്കണോടുകൂടി റൂമിക്ക് മനസ്സിലാവുകയാണ്, എനിക്ക് പഠിയാത്ത വേറെയും കുറേ ഉണ്ട്. അപ്പോൾ വിനയം മൂപ്പർക്ക് ഉണ്ടാകാനുള്ള റൂമിക്ക് ഇയാളെ ഗുരുവായി തോന്നാനുള്ള കാരണം ഇയാൾ മാഷ് പറഞ്ഞ പോലെ പിറ്റി അയാൾക്ക് ഇയാൾ ഇത് ലോക്കലാണ്, വലിയ കാര്യമൊന്നും എൻ്റെ അടുത്തും ഇല്ല എന്ന് കാണിക്കാനുള്ളൊരു അവസരം ഇതിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇരുട്ടിലകപ്പെട്ടുള്ള ഒരു മനുഷ്യന് ഒരു മെഴുകുതിരി വട്ടം കിട്ടണത് പറയുന്നുണ്ട്. അപ്പോൾ ഈ മെഴുകുതിരി വട്ടത്തിനെ ശരീഅത്തിനോടാണ് ഉപമിക്കണത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് കൂടുതൽ വിവരിക്കാൻ പറ്റുമോ? ആ പുസ്തകം വായിച്ചപ്പോഴേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു മേഖലയല്ല, ഇതിനകത്ത് ജലാലിന് എന്തെങ്കിലും പറയാനെങ്കിലും പറയാം. ശരിയാത്ത് എന്ന് പറഞ്ഞത്, ശരിയാത്ത് ത്വരീഖത്ത് ഹഖീഖത്ത് ഇങ്ങനെയുള്ള റൂട്ട് പറയൽ. ശരിയാത്ത് ഒരു റിച്വൽ പരിപാടിയാണ് സത്യത്തിൽ. പക്ഷെ മനുഷ്യർക്ക് എല്ലാവരും വെളിപാട് ചില ആളുകൾക്ക് മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ. അത് പഠിച്ചവനാണ്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാവണത്. അപ്പോൾ ഈ ഉണ്ടായ ആളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാത്ത ഒരു പൂതി ഉണ്ടാവും. ഇതിപ്പോൾ എങ്ങനെയാണ് പരിപാടി ഉണ്ടാകും, വെളിപാട് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ്സിൽ ഒരു പീസ് കിട്ടുക എന്നുള്ളത്. ഇത് കിട്ടിയ ആളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഇതെങ്ങനെ പരിപാടി എന്ന്. ഇപ്പം നബിക്ക് സത്യം പറഞ്ഞ നബി തങ്ങൾ ആൾക്കാരുടെ നിന്ന് പോവുക ചെയ്ത് ആദ്യകാലത്ത് ഹിറാ ഗുഹയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സ്വകാര്യ ധ്യാനത്തിൽ. അത് കുറേ എല്ലാ മിസ്റ്റേക്കുകളുടെയും കഥകളിൽ കാണാം. അവർ പിന്നെ സ്വകാര്യമായിരിക്കും, പിന്നേക്കും ഒരു പബ്ലിക് ഫിഗറായിട്ട് മാറൽ. അപ്പോൾ ഇവർ വരാനുള്ള കാരണം ഇവരെ മറ്റു കുറേ ആൾക്കാർക്ക് ഇവർ ചെയ്യണ എല്ലാ ഇടങ്ങളും എടുക്കാൻ കഴിയില്ല, മല കയറുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക, അത്രയൊന്നും മനുഷ്യന്മാർക്ക് പറ്റൂല. അപ്പോൾ അവർ ചോദിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ പറഞ്ഞ കുറച്ച് റിച്വൽസ് ആയിരിക്കും ശരിയാത്തായി മാറുക, ഒരു ഓർഡറായി മാറുക. ഈ ഓർഡർ എടുത്താൽ ഫുള്ളി കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല. അതുകൊണ്ടാണ് ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു തുടക്കമാണ് എന്ന രീതിയിലുള്ള ഒരു നേരെ. വളരെ വ്യാപകമായിട്ട് വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് 40 Rules of Love എന്നുള്ളത്. അത് ഇത്ര അധികം ആൾക്കാർ അത് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം, ഇത്ര അധികം ആൾക്കാരത് വായിക്കപ്പെടാൻ? അത് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഇച്ചിരി മണ്ടൈനായ സില്ലി ആയിട്ടുള്ള കാരണങ്ങളുടെ പേരിലാണ് പലപ്പോഴും പുസ്തകത്തിനെ അന്വേഷിച്ച് വരുന്നത്. അതൊന്നാമത് ഇതിൻ്റെ ഒരു പേരൊരു കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. 40 Rules of Love എന്ന് പറഞ്ഞു കഴിയുമ്പോൾ
നമ്മൾ ഈ 40 നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധിക്കും എന്നുള്ളൊരു ഒരു സാധനം അതിനകത്ത് കിടക്കണ്ടല്ലോ. അപ്പോൾ പ്രണയത്തിന് റൂൾസോ എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് പ്രണയത്തിന് നിയമങ്ങളോ? എല്ലാം നിയമം ലംഘിക്കാനാണ് പ്രേമിക്കുന്നത് തന്നെ. അന്നേരം നമ്മളെ പ്രണയത്തിന് നിയമം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടൈറ്റിലാണ് എന്ന് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അതിനകത്തുള്ള ലവ് എന്നുള്ള ഒരു സംഗതി നമ്മൾ എല്ലാവരും അത് നമ്മൾ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും വളരെ സില്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആകർഷകത്താണ് വാസ്തവത്തിൽ ഇതിൽ ഒരാൾക്ക് ആദ്യം തോന്നാവുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്നുള്ളത്. ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തൊരു ഒരു പോപ്പുലർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. പോപ്പുലർ എന്നുള്ള ടൈം ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ടല്ല ഈ പുസ്തകം നിൽക്കുന്നത്. പക്ഷേ കൂടുതൽ പേര് നോർമലി ഒരു പുസ്തകം വായിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ പുസ്തകം വായിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഈ ഒരു അനുഭവ മണ്ഡലത്തെ റിലേറ്റ് ചെയ്യാൻ വായനക്കാരന് കഴിയുന്നു അല്ലെങ്കിൽ വായനക്കാരിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആ ഒരു അനുഭവ മണ്ഡലം, അപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു അനുഭവ മണ്ഡലം, ആ അനുഭവ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് ചില പുസ്തകങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചില പുസ്തകം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ ആ പുസ്തകമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ചില സംഗതികളായിട്ടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പിന്നെ ഓരോ വ്യക്തിയെ അത് ഓരോ രീതിയിൽ, അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഗതി ഈ പുസ്തകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇത് വായിച്ച് കഴിഞ്ഞ ആളുകൾ പുസ്തകത്തെക്കുറിച്ച് എന്തൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുസ്തകം എന്നോട് തന്നെ ഒരുപാട് പേര് പുസ്തകം ഇങ്ങനെ ഇത് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുസ്തകം വായിച്ചവർ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കിൽ നിന്നും കൂടി ആയിരിക്കും അത്. പുസ്തകം വായിച്ച ആളുകൾ ഈ പുസ്തകം നല്ലതാണെങ്കിൽ എന്തായാലും വായിച്ചേ പറ്റൂ. അതിനകത്ത് ഇങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ നമ്മൾ മലയാളത്തിൽ വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല അതിന് മുമ്പ്. അതൊരു ഘടകമാണ്. ഈ ഒരു നമ്മൾ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പുസ്തകം തുറന്നു കഴിയുമ്പോൾ നമ്മളതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 40 നിയമങ്ങൾ പറയല്ല ചെയ്യുന്ന പുസ്തകം എന്നുള്ളതാണ്. അത് സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. നമ്മൾ ശരിക്കും നമ്മൾ എങ്ങനെ ഒരു മികച്ച പ്രാസംഗികനാകാം എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന പോലെ അങ്ങനത്തെ പോലെ ഒരു സംഗതിയാണ്. ഈ നേരത്തെ ചോദിച്ച സംഗതിയിലുണ്ട്. നമ്മൾ ഒരാൾ എങ്ങനെ നമ്മൾ ചില അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതി പ്രതീക്ഷിച്ച് ഈ പുസ്തകം വാങ്ങുന്ന ആൾ നിരാശനായി പോകുന്നതാണ്. അങ്ങനെ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തത് തരുന്നതാണ് ഒരു നല്ല പുസ്തകം എന്നുള്ളത്. നമ്മൾ ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടിനാൽ ഈ സങ്കല്പത്തെ പൊളിക്കാൻ ആ പുസ്തകത്തിന് പറ്റണമെന്നുള്ളതാണ്. നമ്മൾ ഈ പുസ്തകം ഇങ്ങനെ ആയിരിക്കും, അതിലൊരു ആദ്യമധ്യാന്ത പൊരുത്തം ഉണ്ടാവും, അതിനകത്തൊരു നായകനുണ്ടാവും, നായിക ഉണ്ടാവും, അങ്ങനെ അതിനകത്തൊരു പരിണാമഗുപ്തി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പുസ്തകത്തെക്കുറിച്ചുള്ള നോവലിനെക്കുറിച്ചുള്ള നമ്മുടെ കുറേ സങ്കല്പങ്ങളുണ്ട്. ഈ സങ്കല്പം വച്ചിട്ടാണ് നമ്മൾ ഓരോ പുസ്തകം വാങ്ങുന്നത്. ഈ സങ്കല്പത്തെ ബ്രേക്ക് ചെയ്യാൻ ഒരു പുസ്തകത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പുസ്തകം എന്ന് പറയാം. അതിന് അവിടെയാണ് ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്ക്ലെയിം ചെയ്യണം. നമ്മൾ വായിച്ചു കൊള്ളാലോ, എങ്ങനെ പ്രശ്നം നമ്മൾ തോന്നണം. ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു എൻവയറമെൻ്റ് ആണല്ലോ ഇത് എന്നൊരാൾക്ക് തോന്നണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു ഘടനയിലും അതിൻ്റെ ഒരു കഥ പറയുന്ന രീതിയിലും അതിൽ നോർമലി ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേൾക്കാൻ. പക്ഷെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലൊരു സഹാനുഭൂതി എന്നുള്ളൊരു വലിയ വികാരം കൊണ്ടുവരാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞാൽ അതൊരു ഘടകമാണെന്ന് എനിക്ക്. ഈ പുസ്തകം വായിക്കുന്ന ആൾക്കൊരു മാറ്റം എവിടെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ മാറ്റം എന്താണെന്ന് നമുക്കങ്ങ് വസ്തുതാപരമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ പുസ്തകം വായിക്കുന്ന ഒരാൾ പുസ്തകത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുന്നു, ഇത് വായിക്കണം എന്ന് പറയുന്നു. പുസ്തകം വായിച്ചിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വലിയൊരു കാര്യമാണ് ആ പുസ്തകത്തിൽ നിന്നുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോഴാണ് അയ്യോ ഇതിനകത്ത് ഒരു കഥാപാത്രമാണല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ ഇതേ കാര്യം, ഇതേ ആശങ്ക, ഇതേ ഒരു ആങ്സൈറ്റിയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്നൊരാൾക്ക് തോന്നാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഇതെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു കാര്യം, വേറെ കാരണങ്ങളുണ്ടാകും. ഇത് ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല ജലാൽ എന്ത് തോന്നുന്നു? നമ്മൾ മിക്ക പ്രണയ കഥകൾ, പ്രത്യേകിച്ച് ഈ സൂഫി ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥകളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുക ലവ് റിക്വയർസ് സാക്രിഫൈസ് എന്നുള്ളൊരു തത്വം. അത് നഷ്ടമാണ് പ്രണയം, അല്ലെങ്കിൽ അപൂർണമായതിനെ അപൂർണമായതേ മനോഹരാവുള്ളൂ എന്നുള്ളൊരു. അപ്പോൾ ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ, അതിനെക്കുറിച്ച് ഈ ഒരു കഥയുടെ വെളിച്ചത്തിൽ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നമുക്ക് പിന്നെ ഇത് എങ്ങനെ പ്രേമിക്കണം എന്നുള്ളതിൻ്റെ നിയമങ്ങളാണ് പുസ്തകമൊന്നും വേണമെങ്കിൽ ആളുകൾക്ക് സംശയം തോന്നാം, ഇത് എങ്ങനെ വിജയകരമായി പ്രേമിക്കാം എന്നുള്ളത്. അതും അങ്ങനെയും ചിലപ്പോൾ ഇത് മനുഷ്യന്മാരിത് വായിക്കാൻ വരുന്നുണ്ടാവും. പക്ഷേ അവരിത് വായിച്ചു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ആ ധാരണ നഷ്ടപ്പെടും. അതിലേക്ക് അത് ഞാൻ ഉദ്ദേശിച്ചതല്ല അതിനകത്തുള്ളതെന്ന് അവർ കുറച്ചുകൂടെ നല്ലൊരവസ്ഥയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തിൽ പ്രേരിതമായിട്ടാണെങ്കിലും പുസ്തകത്തിലേക്ക് ഒരാൾ വരുന്നത് നല്ലതാണ്. വളരെ പേഴ്സണലായിട്ട് വളരെ സങ്കുചിതമായ വളരെ സ്വാർത്ഥമായ ഒരു ആവശ്യത്തിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഒരാൾ പുസ്തകം വാങ്ങുന്നത്. അപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുള്ള പർപ്പസിൽ ആ പുസ്തകം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ഗിഫ്റ്റ് ചെയ്തായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് പ്രേമം എന്നൊക്കെയുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുത്തേക്കാം. ആ മനുഷ്യൻ അത് വായിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് വലിയൊരു മാറ്റമുണ്ട്, അയാൾ ചിലപ്പോൾ പുസ്തകം കൊടുത്തുനിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതിൽ പോപ്പുലർ നരേറ്റീവിൽ പിന്നെ ഈ സൂഫി തോട്ട്സ് ഒക്കെ വരുന്നത് വളരെ എന്താ പറയുക, വളരെ സ്ഥൂലമായ ഒരു രീതിയിലാണ് വരുന്നത്. അതിന് നമുക്ക് സൂഫിയെ ആവശ്യമില്ല. അപ്പോൾ ഒരാൾക്ക് പ്രേമിക്കാനും പ്രേമം നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ നഷ്ടപ്പെടാനും സൂഫിയുടെ ഒരു സൂഫി തോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ റൂമിയുടെ ആവശ്യമില്ല, അത്താറിൻ്റെ ആവശ്യമില്ല, ഇവരുടെ ആരുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ചെയ്യും, നമ്മൾ കേപ്പബിളാണെന്നുള്ളതാണ്. ഒരാൾ പ്രേമിക്കാൻ അയാൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. വേറൊരാളുടെ സഹായം ആവശ്യമില്ല വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ പ്രേമത്തിലാകുമ്പോൾ നമ്മൾ ആ പ്രേമത്തെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കും ഇങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ പലരും അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അത് മോശപ്പെട്ടൊരു കാര്യമല്ല. അത് അങ്ങനെയെങ്കിലും ഇത് മനുഷ്യന്മാർ തല്ലുണ്ടാക്കാൻ അല്ലാതെ എന്തിനും ഒരുമിച്ച് കൂടുന്നത് നല്ലതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. വേറൊരാളോടുള്ള വേറൊരു വിഭാഗത്തോടോ വേറൊരു മനുഷ്യനോടോ വേറൊരു ഭാഷയോടോ അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റിയോടോ വെറുപ്പ് പ്രചരിപ്പിക്കാൻ അല്ലാതെയുള്ള എല്ലാ കൂട്ടായ്മകളും നല്ലതാണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഈ 40 റൂൾസ് ഓഫ് ലവ് വായിച്ചുകൊണ്ട് ആരും ഏതെങ്കിലും ഒരു വയലൻസിൻ്റെ ഭാഗമാകും, ഏതെങ്കിലും ഒരു അക്രമത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരാൾ പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രേമത്തിൽ കുറച്ചുകൂടെ അയാളുടെ പ്രേമത്തെ കുറച്ചുകൂടെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം വായിക്കുന്നതെങ്കിൽ പോലും തെറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ഈ പ്രേമനഷ്ടം എന്നുള്ളൊരു സംഗതി ഇപ്പോൾ ഇത് നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്തൊരു നഷ്ടം സംഭവിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാനം ഒരു നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു നഷ്ടമാണ്. ആ സ്ത്രീ എക്സ്പെക്റ്റ് ചെയ്ത് ചെല്ലുന്നതല്ല അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവരെന്ത് എക്സ്പെക്റ്റ് ചെയ്ത് ചെല്ലുന്നോ അവരവിടെ ചെന്ന ശേഷം വേറെ ഒരു വളരെ ട്രഡീഷണലായ ഒരവസ്ഥയിൽ ഒരു നഷ്ടമാണ്. ഇപ്പം അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്നുള്ള ബഷീറിൻ്റെ കൃതിയുടെ അവസാനം എന്താണ്? ഒരു പ്രേമനഷ്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആണോ? അതാണ് അതിനകത്തൊരു ചോദ്യം. അതാണ് ശരിക്കും അതാണോ എന്നുള്ളതാണ്. അതിന് ബഷീർ പുസ്തകം എഴുതാൻ കാരണം അത് പ്രേമനഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് ബഷീർ അത് എഴുതാൻ കാരണം എന്നുള്ളത്. ബഷീറിൻ്റെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, ബഷീറിൻ്റെ തന്നെ ലൈഫിൽ നിന്നുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രേമത്തെയാണ് അതിനകത്ത് നരേറ്റ് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവർ പിരിയുന്നതായിട്ടാണ് അവസാനിക്കുന്നത്. പിരിയുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടുന്നു, അത് പൂർണ്ണമാകുന്നില്ല എന്നർത്ഥമില്ല. അതിനകത്ത് നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യല്ല വാസ്തവത്തിൽ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു നിറവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഒഴുക്കിക്കളയല്ല, നമ്മൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിനകത്തൊരു ഈ 40 റൂൾസ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സംഗതി. അതാണ് അവസാനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ളതാണ് നോവലിൽ അത് അവസാനം പറയുന്നുണ്ട്. നമുക്ക് പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അതാണ് അതിൻ്റെ അകത്ത് ഒരു പോപ്പുലർ ഇമാജിനേഷൻ്റെ ഒരു കുഴപ്പം. ഈ പോപ്പുലർ ഇമാജിനേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ പോകണമെന്നുള്ളതാണ്. ഞാൻ ബഷീറിനെ ഉദാഹരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർ ഇത്തരം കാര്യങ്ങളിലൊരു ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് അത് വലുതോതി ചിന്തിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ബഷീർ എഴുതിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ബഷീറിന് പബ്ലിഷ് ചെയ്യാൻ തന്നെ താല്പര്യമില്ലാതിരുന്നൊരു പുസ്തകമാണ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. ബഷീർ കുറച്ച് ഓപ്പണായിട്ടൊക്കെ എഴുതിയൊരു പുസ്തകം. പക്ഷേ ആ പുസ്തകത്തിൻ്റെ അവസാനം എന്നുള്ളത് ബഷീർ അത് വളരെ എന്താ പറയുക, വളരെ നമ്മുടെ സാഹിത്യത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ്ങാണ് ആ പുസ്തകത്തിനുള്ളതാണ്.
ആ ബഷീർ ഒരു വളരെ തിക്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു മൊമെൻറ്റിനെ ബഷീർ അതിനകത്ത് ഒരു പ്ലഷറാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ നോവൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു സാധാരണ നിലയെ വെച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോകുന്നു എന്നുള്ളത് നമ്മൾ നഷ്ടമായിട്ട് കാണും. അപ്പോൾ ആൾ പോയി കഴിയുമ്പോൾ ആ പിരിയലിനെ നമ്മൾ സാക്രിഫൈസ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മറ്റു പല കാരണങ്ങളുടെ പേരിൽ നമ്മൾ പറയുന്നത് നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനൊരു നിറവ് അനുഭവിച്ച് കഴിയുമ്പോൾ ആ പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഉദ്ദേശ്യം നിറവേറി എന്നുള്ളതാണ്. ഇപ്പോൾ 40 റൂൾസ് ഓഫ് ലവിൽ ആ സ്ത്രീയുടെ ഒരു ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്ത് അവർക്ക് വലിയൊരു ഹെൽപ്പ് കൊടുക്കുകയും അവരെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് അതിൽ ആ നോവലിസ്റ്റ് ചെയ്യുന്നത്. അയാൾ വന്നിട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതൊരു വലിയൊരു പ്രക്രിയയാണ്. അതിനകത്ത് ആർക്കും ഒന്നും നഷ്ടമാകുന്നില്ല, കിട്ടുക ചെയ്യുന്നത്, കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിറവെന്നുള്ള ഒരു സംഗതി നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ലെറ്റ് ഗോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ഇത് ഇത്രയും ഒരു സ്പിരിച്വൽ ലെവലിലൊന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അത് വരും. നമ്മൾ ആ പൂർണ്ണതയിലാണ് നമ്മളുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നഷ്ടപ്പെടുത്തണ്ട, നമ്മൾ പോകാൻ അനുവദിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം. അത് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റിജക്റ്റഡ് ആകുന്ന അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒരു ആലംബമില്ലാതെ വല്ലാതെ തകർന്നിരിക്കുന്ന സമയത്താണ് ഒരാളെ എപ്പോഴും ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ മഹാവേദനയിലായിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടു എന്ന് മറ്റുള്ളവർക്കും നമുക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു മൊമെൻറ്റിൽ ആണ് ആ വിശ്വാസം എന്നുള്ളതിൻ്റെ ഒരു കരുത്ത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അവിടെ നമ്മളത് റിജക്റ്റ് ചെയ്യുന്നില്ല വിശ്വാസത്തെ. അപ്പം എനിക്ക് വളരെ ദുഃഖകരമായൊരു ജീവിതാനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ ദൈവം എന്നെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫെയ്ത്ത് ഉപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ആദ്യം പറഞ്ഞ പ്രേമത്തിൽ നമ്മൾ ത്യാഗം എന്ന് പറയണത്. ശരിക്കും എൻ്റെ ആ പ്രേമം എന്നെ വഞ്ചിച്ചു, തേച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു സംഗതി ആ ഒരു ഘട്ടത്തിൽ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലൊന്നും വന്നില്ല, അത് കാരണം നമ്മളത് വിടുന്നു എന്നുള്ള ഒരു സാധനം. അപ്പോൾ നമ്മൾ ആദ്യം പോയ റൂട്ട് ശരിയല്ല എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ലോകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ അറിയാം, ഒരാൾ അയാളുടെ ഒരു ആത്മീയമായിട്ടുള്ള അയാളുടെ ഒരു പീസ് എന്നുള്ള സംഗതി ഏറ്റവും അയാൾക്ക് കിട്ടുന്നത് ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന സമയത്തല്ല. ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന സമയത്ത് അയാൾ ഒരു ചിതറിയ അവസ്ഥയിലാണ്. ഈ ചിതറിയ അവസ്ഥയിൽ നിന്ന് അയാളുടെ ഉള്ളിലേക്ക് തന്നെ ഏറ്റവും ശക്തമായിട്ട് തിരിച്ചു വരുന്നത് നമ്മളൊരു മഹാവേദനയ്ക്കകത്ത് ഒരു വലിയൊരു എന്താ പറയുക, നമ്മൾ വലിയൊരു ക്രൈസിസിനകത്ത് നിൽക്കുമ്പോഴാണ്. നമുക്കെല്ലാം നഷ്ടപ്പെടുന്നു, നമ്മൾ പരാജയപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ സ്പിരിച്വൽ ആണോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം അതാണ്. ഇത് പ്രേമത്തിൻ്റെ കാര്യത്തിലും വർക്ക് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നോവലിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടെയാണ് ഇതിനകത്ത്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഒരു പ്രേമം എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇതിനകത്ത് ഒരു വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഒരു പുസ്തകം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാവുകത്വത്തെ എങ്ങനെ നവീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. നമ്മളിത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ശരിക്കും. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ നമ്മൾ കിട്ടുക പോകുമെന്ന് പറഞ്ഞില്ല, നമ്മൾ ഫിസിക്കലി നോക്കുന്നതുകൊണ്ടാണല്ലോ. ഫിസിക്കലി ഒരു വസ്തു കിട്ടുക എന്ന് പറഞ്ഞ സാധനം വേറെയാണ്, മെൻ്റലി കിട്ടുന്ന പറഞ്ഞ സാധനം. സത്യം പറഞ്ഞാൽ ആത്മീകമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകൽ തന്നെയാണ്. കാരണം നമ്മൾ വേറൊരു ഇതല്ലാത്ത മറ്റേതൊരു നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുള്ളൂ. വണ്ണസ് എന്ന് പറഞ്ഞ ഐഡിയ പറയൽ എല്ലാം ഒന്നാണെന്നുള്ളതാണ്. സാധാരണ ഈ ചില സാധനങ്ങൾ പോയാലാണ് മൊത്തത്തിലുള്ള മനസ്സിലാവുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാലുദ്ദീൻ റൂമി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, വൂണ്ട് ഈസ് ദ പ്ലേസ് വേർ ലൈറ്റ് എൻറ്റേഴ്സ്, അതായത് മുറിവിലൂടെയാണ് വെളിച്ചം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പം അതിനെ തന്നെ പറയുന്നുണ്ട്, അതായത് ഞാൻ വളരെയധികം വേദനിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവ് ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു തരത്തിലേക്ക്, ആ ഒരു ആത്മീയ തലത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാനായിട്ട് ഈ പുസ്തകത്തിന് പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം മനുഷ്യർ ഈ പുസ്തകത്തെ ഏറ്റെടുക്കുന്നതായിട്ട്. ഇപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സഹോദരി ഒരു ഹോസ്പിറ്റലൈസ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അവളുടെ അസുഖം അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവൾക്ക് പെട്ടെന്ന് തന്നെ റിക്കവറിങ് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്.
അപ്പോൾ ആളുകളെ ഇതുപോലെ വേക്കനിങ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് സഹായിക്കുന്ന ഒരു കോച്ചാണ്. അപ്പം ആ തരത്തിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം എനിക്ക് കുറച്ചുകൂടി നമ്മൾ നേരിട്ടത് കാണുകയാണ്. അപ്പോൾ ഇതേപോലെ പലരും എൻ്റെ അടുത്ത് ജിൽവ നിൻ്റെ കയ്യിലെ ബുക്കുണ്ടോ, എനിക്കത് വേണം എന്നൊക്കെ പറയുമ്പോഴും പറഞ്ഞു വെക്കുന്നൊരു കാര്യം, വൂണ്ട് ഇസ് ദ പ്ലേസ് വെർ ലൈറ്റ് എൻറ്റേഴ്സ്, അതായത് മുറിവുണ്ടാവുന്ന സമയത്ത് അതിലൂടെ വെളിച്ചമുണ്ട് എന്ന ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കുള്ള ഒരു സ്റ്റേജാണ് ഇത് എന്നൊരു തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ ആളുകൾ ഇതിനെ വായിക്കുന്നു, ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആസ് എ ട്രാൻസ്ലേറ്റർ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാറുള്ളത്? ഇത് റൂമിയുടെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപമ. റൂമി വെള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഉപമയാണ്. മിക്കവാറും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വെള്ളം എന്നുള്ള ഇമേജ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന റൂമിയുടെ ഒരു തുടങ്ങുന്ന മസ്നവിയിലെ ഒരു ഭാഗമുണ്ട്. നിരന്തരം കണ്ണീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കും എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമി പറയുന്നത് ഈ നമ്മൾ ഈ പാടത്തൊക്കെ വെള്ളം തേവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ ഒരു കലപ്പല്ല ചക്രം ഉണ്ടല്ലോ, ജലചക്രം ഉണ്ടല്ലോ, അങ്ങനെ വെള്ളം തേവി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമി ആ ഒരു ഇമേജ് ഉപയോഗിക്കുന്നത്, വെള്ളം തേവാൻ ഉപയോഗിക്കുന്ന ഈ ജലചക്രം ഉപയോഗിച്ച് വെള്ളം തേവുമ്പോൾ ആ വെള്ളം തെറിച്ച് വീഴുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പുല്ലുകൾ കിളുത്ത് വരും, പച്ചപ്പുണ്ടാവും, വെള്ളം ഇങ്ങനെ. അപ്പോൾ ഒരു ജലചക്രമാകുക എന്നുള്ള ഒരു 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 ഉപമ റൂമി ഉപയോഗിക്കുന്നുണ്ട്. വെള്ളമായിട്ട് കണക്ട് ചെയ്തിട്ട് വെള്ളം വീഴുന്നിടത്തെല്ലാം അപ്പോൾ നിങ്ങൾ നിരന്തരം കണ്ണീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് റൂമി ഉപയോഗിക്കുന്നത് ഈ ജലചക്രത്തിൻ്റെ ഒരു ഉപമയാണ്. അതുകൊണ്ട് കവി ആയതുകൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രബോധനങ്ങൾക്ക് ഒരു കുറവുമില്ല. ആ പ്രബോധനങ്ങളൊക്കെ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നോവലിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എസ്തെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എസ്തെറ്റിക്കലാണെന്നുള്ളതാണ്. എസ്തെറ്റിക്സ് അവിടെ നമ്മുടെ ഒരു സൗന്ദര്യബോധത്തിനകത്താണ് അത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം നിങ്ങൾക്കൊരു ഫിക്ഷനിൽ നിന്ന് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു ഫ്രീ ആയ ഒരവസ്ഥയിലേക്ക് എഴുതുന്നതിലുള്ള ഒരു തടസ്സം, ഒരു റൈറ്റിംഗ് ബ്ലോക്ക് എന്നുള്ള സംഗതി ഭയങ്കരമായിട്ട് മാറി എനിക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്. നന്നായി പിന്നീട് എനിക്ക് ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രശംസ പക്ഷേ എനിക്കുള്ളതല്ല എന്നുള്ളതാണ്. പുസ്തകം വായിച്ചിട്ടൊരാൾ നന്നായി നല്ല പരിഭാഷയാണ് എന്ന് പറയുമ്പോൾ ഞാനും ജലാലും കൂടെ ചേർന്ന് ചെയ്ത ഒരു പ്രക്രിയയാണ്. അപ്പോൾ എനിക്കും ജലാലിനോട് കിട്ടുന്ന പ്രശംസ ശരിക്കും പുസ്തകത്തിനാണ് കിട്ടുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല, പുസ്തകത്തിനാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എലിഫ് ഷഫാക്കിനാണ് കിട്ടുന്നത്. കാരണം ഇത് വർക്ക് അവരുടെ ആണല്ലോ. പക്ഷെ നമ്മളൊരു വലിയൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു നമുക്ക് നേരം തോന്നുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ എഴുതിയൊരു പുസ്തകത്തെക്കുറിച്ച് ഒരാൾ നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനത് വേറെ ആർക്കും കൊടുക്കാതെ എൻ്റെ വെക്കും. കാരണം ഞാനിങ്ങനെ എടുത്തു വെക്കാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുനടക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ 40 റൂൾസ് ഓഫ് ലവിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് നേരിട്ട് അറിയാത്ത ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തിരിക്കുന്ന ഒരു എഴുത്തുകാരി എഴുതിയൊരു പുസ്തകം ഞാൻ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓവർ ദി ഇയേഴ്സ് 4-5 വർഷം എടുത്തിട്ട് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ജലാലും ഞാനും കൂടെ ചേർന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വേറെ ആളത് എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ വായിക്കുന്നു. അങ്ങനെ പല ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞിട്ട് പുസ്തകം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വായനക്കാരുടെ ഇടയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്ന നിലയിൽ വേറൊരു ഭാഷയിലുണ്ടായ സാധനം നമ്മുടെ ഭാഷയിൽ, മലയാളത്തിൽ ആളുകൾ ആ ഭാഷയിലേതുപോലെ വായിച്ച് രസിക്കാൻ, അവർ വായിച്ച് അത് അനുഭവിക്കാൻ ആളുകൾ കഴിയുന്നു എന്നുള്ളത് വലിയൊരു പ്ലഷറാണ് എനിക്ക്. പക്ഷേ ആ പ്ലഷറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ഒരു വിശാലമായ ലോകത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഒരു വൈവിധ്യത്തെ നമ്മളെ അറിയുന്നത് നമ്മൾ അറിയുന്നത് ട്രാൻസ്ലേഷനിലൂടെയാണ്. നിങ്ങൾ എത്രയും ട്രാൻസ്ലേഷൻ കൂടുതൽ വായിക്കുന്നു അത്രയും കൂടുതൽ ലോകം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ മാത്രം മലയാള ഭാഷയ്ക്കകത്ത് മാത്രം ഉണ്ടായ ഒരു ലിറ്ററേച്ചർ വായിക്കുന്നത് മലയാള ഭാഷയ്ക്ക് പുറത്ത് വന്ന സാഹിത്യം നമ്മൾ വായിക്കുന്നത് ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഒരു കിടങ്ങിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ പ്രവാസം എന്നൊക്കെ പറയുന്ന പോലൊരു സംഗതിയാണ്. നമ്മളൊരു രാജ്യത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി നമ്മളിങ്ങനെ അലയുകയാണ്. നോർമലി നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകാനും ലോകത്തിലെ മറ്റൊരു ഭാഷ പഠിച്ചിട്ട് ആ ഭാഷയിലെ സാഹിത്യം വായിക്കാനും നമുക്ക് സാധിക്കില്ല. ഒരു ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2, 3 അല്ലെങ്കിൽ 1 ഡസൻ ഭാഷകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചെടുത്തേക്കാം. പക്ഷേ നമുക്ക് ആ ഭാഷകളിലെ സാഹിത്യം അല്ലെങ്കിൽ കവിതയൊക്കെ വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് വരില്ല.
ഇത് മനുഷ്യൻ വളരെ ഹ്രസ്വമായ ജീവിതമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ലോകത്തെ അറിയാൻ ഉള്ള വലിയൊരു എന്താ പറയുക, ഒരു നല്ലൊരു താക്കോൽ എന്നൊക്കെ പറയുന്ന സാധനം ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ്റെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ കൾച്ചറൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി മാറുകയാണ് ഈ വാസ്തവത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു നമ്മുടെ ലോകത്തെ വളരെ അകന്നു കിടക്കുന്ന ലോകത്ത് നമ്മളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു കൾച്ചറിനെ നമ്മൾ മറ്റ് സംസ്കാരങ്ങളെയും മറ്റ് ഭാഷയും മറ്റ് മനുഷ്യരെയും നമ്മൾ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. എപ്പോഴും നമ്മളിന്ന് നമുക്ക് നമ്മൾ അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് നോർമലി. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബസ്സിൽ നമ്മുടെ അടുത്ത് വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കുന്നെങ്കിൽ നമ്മൾ നാച്ചുറലി ആ സീറ്റ് മാറാൻ നോക്കും, വേറെ സീറ്റിൽ പോയിരിക്കാൻ നോക്കും. അതല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ബംഗാളിയാണ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിൽ നിലവാരമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ഹോട്ടലിൽ പോകാൻ നമ്മൾ വിചാരിക്കും. ഇതാണ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഒരു പുസ്തകം ആ കൾച്ചറിനെ നമ്മളെ കൂടെ അടുപ്പിക്കും. ആരോഗ്യനികേതനം വായിക്കുമ്പോൾ ഇത് ബംഗാളിയിൽ എഴുതിയതാണോണ്ട് ഞാൻ വായിക്കില്ല, അവൾ പറയത്തില്ല. ബംഗാൾ നമ്മളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. നമ്മൾ അറബിക്കിലുള്ള ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള അറബികളോട് ഭയങ്കര ദേഷ്യമുള്ള ആൾ പോലും ഈ ആ അറബിക് ലിറ്ററേച്ചറിൽ എഴുതിയൊരു കവിതയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ നെഞ്ചോട് ചേർക്കും എന്നുള്ളതാണ്. ഇത് കൾച്ചറിനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അകറ്റുകയല്ല ചെയ്യുന്നത്. നോർമലി നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പരസ്പരം അകറ്റുന്നതാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പിന്തുടരുന്ന ആശയങ്ങൾ, നമ്മുടെ ഡിസ്കോഴ്സൊക്കെ നമ്മളൊരു വിഭജനത്തെ ഭയങ്കരമായിട്ട് അകറ്റുന്നതാണ്, അല്ല വിഭജനത്തെ ഉണ്ടാക്കുന്നതാണ്, ഭയങ്കരമായിട്ട് വിഭജനം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ലിറ്ററേച്ചർ ചെയ്യുന്നത് ആ വിഭജനത്തെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ രഹസ്യമായിട്ടാണ് നടക്കുന്നതെന്ന് മാത്രം. അതുകൊണ്ടാണ് അത് വളരെ സ്വകാര്യമായ സ്ഥലത്താണ് നടക്കുന്നത്. നമ്മളിത് ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലുകയാണെന്നാണ്. നമ്മൾ കടലും മരുഭൂമിയൊക്കെ കടന്ന് നമ്മൾ ചെന്ന് വേറൊരു ടെറൈനിൽ ചെന്നിട്ട് ആ ടെറൈനിൽ നമ്മുടെ ഭാഗമാക്കുന്നത്, നമ്മുടെ അനുഭൂതി മണ്ഡലത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അല്ല, ചോദിക്കാൻ വിചാരിച്ചിരുന്നു, ഇപ്പം എഴുത്തുകാരനെയും വായനക്കാരെയും തമ്മിൽ ഭാഷ കൊണ്ട് കണക്ട് ചെയ്യുന്നത് വിവർത്തകർ കണക്ട് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ വിവർത്തകരും വായനക്കാരും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്ന് ചോദിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടി. സാറിന് അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? വിവർത്തകൻ എന്ന് പറഞ്ഞാൽ വിവർത്തകൻ ഒരു ഓതറാണ് ശരിക്കും. വിവർത്തക എന്ന് നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ജെൻഡർ നോട്ടുള്ള ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ആൾ ശരിക്കും ഓതറാണ്. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ചില പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം വേറൊരാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേറ്ററെ ഞാൻ കുറച്ച് താഴെയാണ് കാണുന്നത്. കാരണം ഞാനാണല്ലോ ഓതർ. അതായത് എഴുത്തുകാരൻ വിചാരിക്കുകയാണ് ഞാൻ ഭയങ്കര ഒറിജിനലാണ്, ഞാൻ എൻ്റെ സ്വന്തം ഭാഷ ഇമാജിനേഷനിൽ ഞാൻ ഉണ്ടാക്കിയാണ്, ഞാൻ തന്നെ ഒരു ദൈവമാണ് എന്ന് എഴുത്തുകാരൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒറിജിനലായിട്ടുള്ള സംഗതി നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് ദൈവമാണല്ലോ. കാരണം ഒറിജിനലായിട്ട് സാധനമൊക്കെ ഉണ്ടാക്കിയ ആളെന്നുള്ള രീതിയിൽ. അപ്പോൾ എഴുത്തുകാരൻ സ്വയം ഒരു ഗോഡാണ്, ദൈവമാണ്, സൃഷ്ടാവാണ്. അതങ്ങനെയാണല്ലോ ഉണ്ട്. സൃഷ്ടാവെന്നാണല്ലോ നമ്മൾ പറയുന്നത്. സൃഷ്ടാവാന്ന് വിചാരിക്കുക. സൃഷ്ടികർത്താവെന്നാണല്ലോ നമ്മൾ പറയുന്നത്. സൃഷ്ടികർത്താവ് എന്ന് ഒറിജിനലാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു ലിറ്ററേച്ചർ എഴുതുമ്പോൾ ഞാൻ ഇതുവരെ ജീവിച്ച എൻ്റെ മുഴുവൻ ജീവിതത്തിനെയും എൻ്റെ ഈ ഇതുവരെയുള്ള ലോകത്തിൻ്റെ മുഴുവൻ ഒരു ജനറ്റിക് ഫോഴ്സിനകത്ത് നിന്നിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഭാഷ സ്വാധീനിച്ചിട്ടുണ്ട്, ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കലർപ്പിൽ നിന്ന് ഞാൻ പുതിയ സാധനം ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ അവിയലുണ്ടാക്കുന്ന പോലെ ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ. നമ്മൾ പല സാധാരണ രീതിയിൽ ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ മുറിച്ചതും പൊഴിഞ്ഞതും ബാക്കി വരുന്നതും എല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ ശരിക്കും അവിയൽ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു സാധനത്ത് നല്ലൊരു കറിയായിട്ട് മാറുന്നത് പോലെയാണ്. പല സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു കറി ഉണ്ടാക്കുന്നത് പോലെയുള്ളൊരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഓതർ ചെയ്യുന്നത്. അതേ പ്രവൃത്തിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാളും ചെയ്യുന്നത്. മറ്റൊരു ഭാഷയിൽ അയാൾ പണിയെടുക്കുകയാണ്, വേറൊരു ഭാഷയിൽ പണിയെടുത്തിട്ട് നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഒരു വായനക്കാരന് കിട്ടുന്ന റെസ്പെക്റ്റ് പോലും ചിലപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വായനക്കാരനെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു വായനക്കാരനെയും പക്ഷേ ഓതർ പലപ്പോഴും വായനക്കാരനെ താഴെ കാണുന്നത്. എൻ്റെ പുസ്തകം വായിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. താഴെ വായനക്കാരൻ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഓതർ ഏതൊക്കെ വഴി കൂടെ പോയോ അതൊക്കെ അതിനൊപ്പം പോകാൻ ശ്രമിക്കുകയാണ് വായനക്കാരൻ ചെയ്യുന്ന ഭാഷയ്ക്കകത്ത്. ട്രാൻസ്ലേറ്റർ അതിൻ്റെ ഇരട്ടി പണിയെടുക്കുകയാണ്. കാരണം ഞാൻ എഴുതിയൊരു വാക്യം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാൻ അയാൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പണി എടുത്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ട്രാൻസ്ലേറ്റർ വളരെ ടഫായിട്ടുള്ള ഒരു പണിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വേറൊരു ഭാഷയിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവരാൻ നോക്കുക. പലതരം ആരോപണങ്ങൾ അയാളെ നേരം നേരിടും എന്നുള്ളതാണ്.
അത് നിങ്ങളത് ശരിക്കും അതിൻ്റെ സ്പിരിറ്റ് വന്നില്ല, ട്രാൻസ്ലേഷനിൽ നഷ്ടപ്പെടുന്നത് എന്തോ കവിത എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊരു കവി തന്നെ പറഞ്ഞതാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞൊരു കവി പറഞ്ഞാണ് ട്രാൻസ്ലേഷൻ നഷ്ടപ്പെടുന്നത് എന്താണ്. ഭയങ്കര മണ്ടത്തരമാണ്. ട്രാൻസ്ലേഷനിൽ നിന്നാണ് കവിത ഉണ്ടാവുന്നത്. ശരിക്കും ഒരു കവിത ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പോകുമ്പോഴാണ് അയാൾ വലിയ കവിയാകുന്നത്. ഇപ്പോൾ നെരൂദ എന്ന് പറഞ്ഞ കവി എങ്ങനെയാണ് വലിയ കവിയായത്? ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് അയാളുടെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ മലയാളത്തിലൊക്കെ വായിച്ചിട്ടാണ് നെരൂദയെ വായിച്ചത്. നമ്മൾ ഓരോ ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ ശരിക്കും ചെയ്യുന്നത് ഈ ലിറ്ററേച്ചറിന് കൂടുതൽ വേറൊരു ഭൂമികയിലേക്ക് പറിച്ചു നേടുകയാണ്, വേറൊരു ഭൂമികയിൽ ഇതേ സാധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു വലിയൊരു മാജിക്കാണ് ട്രാൻസ്ലേഷനിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒറിജിനൽ കൃതി അവിടെ ഉണ്ട്, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂലകൃതി അവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ അത് വേറൊരു ഭാഷയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സാധാരണ നിലയിൽ നമുക്ക് എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇപ്പം എന്നെപ്പോലെ വേറൊരാൾ വേറെ സ്ഥലത്ത് അതേപോലെ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു സാധനം. അപ്പം നമ്മൾ എഴുതുന്നൊരു വർക്കിന് വേറൊരു സ്ഥലത്ത് അതിന് വേറൊരു രൂപത്തിൽ, വേറൊരു ഭാഷയിൽ, വേറൊരു കൾച്ചറിൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൾച്ചറിൽ അതിപ്പോൾ അറബിക്കിൽ എഴുതിയൊരു പുസ്തകം, ഇംഗ്ലീഷിൽ എഴുതിയൊരു പുസ്തകം, അതല്ലെങ്കിൽ പോളിഷിൽ എഴുതിയൊരു പുസ്തകം നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അവിടെ നിന്ന് ഇത് നമ്മുടെ കൾച്ചറിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ദീർഘകാലമായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പൊളിയാണ് ചെയ്യുന്നത് അവിടെ. അതായത് വേറൊരു കൾച്ചറിനെ നമ്മൾ ചേർന്നാൽ ശരിയാകത്തില്ല, മിങ്കിൾ ചെയ്താൽ ശരിയാകത്തില്ല, ഇടകലർന്നാൽ ശരിയാകത്തില്ല, ഒന്നും അവനൊക്കെ നമ്മളെതിരാണ്. ഇപ്പോൾ മിശ്രഭോജനം ശരിയാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നൊരു നാട്ടിൽ, ആളുകൾ അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ ആ ഭിന്നമായതിനെ നമ്മൾ നമ്മുടെ ഒരു മുറിക്കകത്തേക്ക്, നമ്മുടെ ഒരു ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ആ ഒരു ആക്ടിവിറ്റിയാണ് ട്രാൻസ്ലേഷൻ പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലെന്നുള്ളതാണ്. പക്ഷേ ട്രാൻസ്ലേറ്റർക്ക് കിട്ടുന്ന പ്രശംസ ട്രാൻസ്ലേറ്റർക്ക് മാത്രമുള്ളതല്ല എന്നുള്ളതാണ്. കാരണം ട്രാൻസ്ലേറ്റർക്ക് കിട്ടുന്ന ആ ഒരു മൊത്തം കൾച്ചറിനും കിട്ടുകയാണ് പ്രശംസ. നമ്മളതിനെ ആ രീതിയിൽ ആസ്വദിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ 14 Notes of Love എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ അതിനെ പറയാൻ കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത്? അതൊരു ഇംഗ്ലീഷിൽ എഴുതിയൊരു പുസ്തകമല്ല. ഈ മലയാളത്തിൽ വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇംഗ്ലീഷിൽ അത് ബിസ്മില്ല എന്നുള്ള ബായിലാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ എല്ലാ ചാപ്റ്ററും അങ്ങനെ തുടങ്ങുന്നത്. അത് മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കുറേ ആലോചിച്ചു, ഇങ്ങനെ എല്ലാ ചാപ്റ്ററും അങ്ങനെ ബാ എന്നുള്ള സ്വരത്തിൽ തുടങ്ങാൻ പറ്റുമോ എന്ന് കുറേ ആലോചിച്ചു. പക്ഷെ അത് വർക്കൗട്ടായില്ല. അതാണ് അതിനകത്തൊരു ഒരു ഒരു കുറവെന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ചില കുറവുകൾ വരും. ആ കുറവ് പോലെ ഒരു ഭംഗിയാണെന്നുള്ളതാണ്. നമ്മൾ ആ കുറവിനകത്തും അതൊരു ഇത് കിട്ടണം. നമ്മളൊരു ഭാഷയിൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില സംഗതികൾ അങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷെ അതൊരു പ്രശ്നമല്ല അതിനകത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ ഹോം ആൻഡ് ദി വേൾഡ് എന്ന് പറഞ്ഞ നോവലുണ്ട്, ടാഗോറിൻ്റെ വീടും ലോകവും എന്ന്. മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള പുസ്തകമാണ്. യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ ടാഗോറിൻ്റെ വർക്കുകളിലൊന്ന് ഈ ഹോം ആൻഡ് ദി വേൾഡ് എന്ന് പറഞ്ഞ നോവലാണ്. അതൊരു നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ബംഗാളി കുടുംബത്തിൽ നടക്കുന്ന ഏതാണ്ട് നമ്മുടെ ഈ ഫ്ലോട്ടർ റൂൾസിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അതിനകത്തുള്ളത്. ആ നോവല് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത് ടാഗോറിൻ്റെ ബ്രദറാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കുറേ കവിതകളുണ്ടായിരുന്നു. അതിലെല്ലാ ചാപ്റ്ററിലും ടാഗോർ കവിയാണല്ലോ. അപ്പോൾ ഒരു മ്യൂസിക് പോലത്തെ മ്യൂസിക് പീസ് പോലെ ഒരു 4, 5, 6 വരികൾ ഈ എല്ലാ ചാപ്റ്ററിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷ് സെൻസിബിലിറ്റിക്ക് ഇത് ചേരില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തുള്ള ഈ മ്യൂസിക്കൽ പീസ് മുഴുവനും ടാഗോറിൻ്റെ ബ്രദർ ഒഴിവാക്കി. അങ്ങനെയാണ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1984 ഒരു ബംഗാളി സ്ത്രീ വീണ്ടും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ വേഴ്സസ് എല്ലാം ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. ആദ്യത്തിൽ അതിങ്ങനെ നമ്മൾ അവിടെ പറ്റില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നു. അപ്പോൾ നാളെ വേറൊരാൾ 14 Rules of Love വീണ്ടും മലയാളത്തിൽ ചെയ്യണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈ ബാ സൗണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനകത്ത് ഓരോ ചാപ്റ്ററിലും ബാ സൗണ്ടിൽ ഇത് തുടങ്ങാൻ പറ്റുമോ? കാരണം അതിൻ്റെ ഒരു സ്പിരിച്വൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം പാമുക്കിൻ്റെ ഒരു പുസ്തകം ബ്ലാക്ക് ബുക്ക് തുടങ്ങുന്ന എല്ലാ ചാപ്റ്ററും തുടങ്ങുന്നത് ഖുറാനിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഒറ്റ വാക്യം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഈ സ്വരം കൊണ്ടുവരിക എന്നുള്ളതേ അതൊരു ബ്യൂട്ടിയാണ് അതിനകത്തുള്ളത്. അത് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത്. ഇത്രയും സമയം നമ്മുടെ കൂടെ ചിലവഴിച്ചതിനും ഇത്രയും ഭംഗിയായിട്ട് സംവദിച്ചതിലും അജയ് പി മാങ്ങാട്ടിനോടും ജലാലുദ്ദീനോടും നന്ദി പറയുന്നു. സ്നേഹം.